മുമ്പൊക്കെ എന്തെങ്കിലും ഒരു വർഗീയ പ്രശ്നം വരുമ്പോൾ RSSനെ ഒന്ന് നിരോധിക്കും, ബാലൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടി ജമാഅത്ത് ഇസ്ലാമിക്കാരെ നിരോധിക്കും. അപ്പോൾ രണ്ടും ആയല്ലോ എന്ന് വരാൻ വേണ്ടി. ആര് തെറ്റ് ചെയ്താലും ഇല്ലെങ്കിലും അവരെ അങ്ങ് നിരോധിക്കലായിരുന്നു പതിവ്. ഇപ്പോൾ അതിന് പകരം എന്താ ചെയ്തിട്ടുള്ളത്? ഇപ്പോൾ ഒരു വ്യക്തിയെ തീവ്രവാദിയായിട്ട് പ്രഖ്യാപിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല, അയാളുടെ സ്വത്ത് കണ്ടുകെട്ടാനൊരു ബുദ്ധിമുട്ടില്ല, അയാൾ അറസ്റ്റ് ചെയ്ത് എവിടെ കൊണ്ടുപോയാലും ചോദിക്കാൻ ആളില്ലാത്തൊരു സ്ഥിതിവിശേഷമാണ്. അങ്ങനെ NIA ആക്ട് ഭേദഗതി വരുത്തി, CBIയുടെ നിയമം ഭേദഗതി വരുത്തി, ഈ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ബില്ല് കൊണ്ടുവന്നിട്ട് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ഇല്ലാണ്ടാക്കി വേറൊരു സംവിധാനമാക്കി, PSCയുടെ UPSCയുടെ സംവിധാനത്തിൽ മാറ്റം വരുത്തി, പ്ലാനിംഗ് കമ്മീഷൻ പിരിച്ചുവിട്ട് നീതി ആയോഗാക്കി, എല്ലാ സാധനങ്ങളും സ്വകാര്യ മേഖലയിലാക്കി. നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ തകർത്തു. ഈ പൗരത്വം വന്ന് പറഞ്ഞതുകൊണ്ട് ഈ നരേന്ദ്രമോദി രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഈ ഗവൺമെൻറ്റിൻ്റെ തോന്നിവാസങ്ങളും ജനം പട്ടിണി കിടക്കുകയാണ്, സാമ്പത്തികമായ തകർച്ചയാണ്. 20 വർഷത്തേക്ക് നമുക്ക് രക്ഷപ്പെടാൻ സാധ്യതയില്ല. വലിയ ഇൻഫ്ലേഷൻ, സാമ്പത്തികമായ പണപ്പെരുപ്പം വർദ്ധിച്ചു വന്നിരിക്കുന്നു, സാമ്പത്തികമായ തകർച്ചയിലാണ്, വളർച്ച നിന്നുപോയി. ഡോക്ടർ മൻമോഹൻ സിംഗ് ഒക്കെ പറഞ്ഞത് സത്യമായിരുന്നു, രഘുരാം രാജൻ പറഞ്ഞത് സത്യമായിരുന്നു. എല്ലാ നിത്യോപയോഗ സാധനങ്ങൾക്കും വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, തൊഴിലില്ലായ്മ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു ഹിന്ദുത്വ ഗവൺമെൻറ്റാണെന്ന് ചിലപ്പോൾ ഇവർ പറയാറുണ്ട്. അങ്ങനെയാണെങ്കിൽ സഹോദരന്മാരെ, പകുതി വിലക്ക് ഉള്ളി ഹിന്ദുക്കൾക്കെങ്കിലും കൊടുത്തൂടെ? എന്താണ് അവർക്ക് ഉള്ളി കൊടുക്കാത്തത്? ഞങ്ങൾ അവരെ കൊണ്ട് വാങ്ങിപ്പിച്ചോളാം, അപ്പം ഞങ്ങൾക്കും കിട്ടുമല്ലോ പകുതി വിലക്ക്. ഞങ്ങൾക്ക് വില കൂടിക്കോ. മുസൽമാന്മാർക്ക് ഉള്ളിക്ക് വില 130 രൂപ, ഹിന്ദുക്കൾക്ക് 65 രൂപ. അതൊരു നീതിയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. എന്താണ്, അവരുടെ ഗവൺമെൻറ് ആണെങ്കിൽ അവർക്ക് പകുതി വിലക്ക് ഉള്ളി കൊടുത്തൂടാ? ഇവിടുത്തെ ഡീസൽ പമ്പിൽ നിന്ന് 1000 പേര് ഡീസൽ അടിച്ചാൽ 790 പേര് ഹിന്ദുക്കളായിരിക്കും, 130 മുസ്ലിങ്ങളെ അടിക്കേണ്ടി വരുള്ളൂ. അപ്പോൾ കൂടുതൽ പൈസ കൊടുക്കേണ്ടി വരുന്ന ആരാ? ഹിന്ദുക്കളാണ്. 1000 ചെറുപ്പക്കാർക്ക് ജോലി നഷ്ടപ്പെട്ടാൽ ഭൂരിപക്ഷം ഹിന്ദുക്കളായതുകൊണ്ട് 790 ഹിന്ദുക്കൾക്ക് ജോലി നഷ്ടപ്പെടും, 130 മുസ്ലിങ്ങൾക്ക് ജോലി പോവുകയുള്ളൂ. അപ്പം ഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾക്കാണല്ലോ ഇതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ. സ്വർണത്തിന് വില കയറിയാലും അവർക്ക് ബുദ്ധിമുട്ട്, ടെക്സ്റ്റൈൽസിന് വില കയറിയാലും അവർക്ക് ബുദ്ധിമുട്ട്, സാധനങ്ങൾക്ക് വില കയറിയാലും അവർക്ക് ബുദ്ധിമുട്ട്. എല്ലാം ഹൈന്ദവ സഹോദരന്മാർക്ക് വേണ്ടിയുള്ള ഗവൺമെൻറ് അല്ല, ഇതൊരു ഹിന്ദു ഗവൺമെൻറ് അല്ല, ഹിന്ദുത്വ ഗവൺമെൻറ് അല്ല, ഹിന്ദുക്കൾക്ക് വേണ്ടിയുള്ളതല്ല. ഈ ഗവൺമെൻറ് ഇപ്പോൾ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി ഇത് നിങ്ങൾക്കറിയാം. CAA എന്നാണ് ഇവിടെ പറഞ്ഞത്. CAA അല്ല പ്രശ്നം, NRC ആണ് പ്രശ്നം. CAA എന്ന് പറയുന്നത് സിറ്റിസൺസ് അമെൻമെൻറ്റ് ആക്റ്റാണ്. അത് NRCയുടെ മകനാണ്, NRC ആണ് അച്ഛൻ. NRC നടപ്പിലാക്കിയത് ആദ്യം ആസാമിലാണ്, നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺസ്. പൗരന്മാരുടെ പട്ടിക തയ്യാറാക്കിയത് ആസാമിലാണ്. അത് തയ്യാറാക്കിയപ്പോൾ 19 ലക്ഷം ആളുകൾക്ക് പൗരത്വം നഷ്ടപ്പെട്ടു. ആ 19 ലക്ഷത്തിൽ 12 ലക്ഷം ഹിന്ദുക്കളായിരുന്നു, 7 ലക്ഷം മുസ്ലിങ്ങളുണ്ടായിരുന്നു. അപ്പോഴാണ് അമിത്ഷാ കണ്ണു തുറന്നത്, ഇത് കുഴപ്പമാണല്ലോ. കാരണം ഹിന്ദു എന്ന് പറഞ്ഞാൽ അവർ ദളിതരാണ്, പട്ടികജാതിക്കാരാണ്, വീടില്ലാത്തവരാണ്, ഭൂമിയില്ലാത്തവരാണ്, രേഖയില്ലാത്തവരാണ്, റേഷൻ കാർഡ് ഇല്ലാത്തവരാണ്, കിടന്നുറങ്ങാൻ വീടില്ലാത്തവരാണ്. ഇങ്ങനെ കഷ്ടപ്പെടുന്ന ലക്ഷോപലക്ഷം ഹൈന്ദവരടക്കമുള്ള സഹോദരന്മാർക്ക് പൗരത്വം തെളിയിക്കാൻ ഒരു രേഖയില്ല. അതുകൊണ്ട് 12 ലക്ഷം ഹിന്ദുക്കൾ പുറത്തായി, 7 ലക്ഷം മുസ്ലിങ്ങളെ പുറത്തായുള്ളൂ ആസാമിൽ. അപ്പോൾ അദ്ദേഹം ഒരു സൂത്രപ്പണി കണ്ടുപിടിച്ചതാണ്. പൗരത്വത്തിന് രേഖയില്ലാതെ 6 മതക്കാർ പുറത്തു പോകേണ്ടി വന്നാലും അവരെ ഞങ്ങൾ അകത്താക്കും, മുസ്ലിങ്ങൾ ഒഴികെ. അപ്പോൾ അവരെ അകത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് CAA എന്ന് പറയുന്നത്, സിറ്റിസൺസ് അമെൻമെൻറ്റ് ആക്ട്. 1955 പൗരത്വ നിയമത്തിൽ ഭേദഗതി വരുത്തി ഇന്ത്യയിൽ അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് തുടങ്ങിയ രാഷ്ട്രങ്ങളിൽ നിന്ന് വന്ന് കുടിയേറി പാർത്ത 6 മതസ്ഥർക്ക് പൗരത്വം കൊടുക്കും, ഈ മുസ്ലിങ്ങൾ ഒഴികെ എന്ന് പറഞ്ഞു. എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? ഇന്ത്യയുടെ അതിർത്തി സംസ്ഥാനങ്ങൾ ഇത് മാത്രമാണോ? അഫ്ഗാനിസ്ഥാനും ഇന്ത്യയും തമ്മിൽ അതിർത്തി ഇല്ല. പാക് ഓക്യുപ്പൈഡ് കാശ്മീർ എന്ന് പറയുന്ന പാക് അധീന കാശ്മീരുമായിട്ടാണ് അഫ്ഗാനിസ്ഥാന് ബൗണ്ടറി ഉള്ളൂ. ഇന്ത്യക്ക് ഏറ്റവും വലിയ ബൗണ്ടറി ചൈനയായിട്ടാണ്, ആ കാര്യം പറഞ്ഞിട്ടില്ല. ഭൂട്ടാനിലാണ് ക്രിസ്ത്യാനികൾ ഏറ്റവും പീഡനം അനുഭവിക്കുന്നത്, ആ ഭൂട്ടാനുമായിട്ടുള്ള കാര്യം പറഞ്ഞിട്ടില്ല. നേപ്പാളാണ് നമ്മളെ വേറൊരു അതിർത്തി, അതുമായിട്ടുള്ള കാര്യം പറഞ്ഞിട്ടില്ല. മ്യാൻമറാണ്, ബർമ്മയാണ് നമ്മുടെ വേറൊരു അതിർത്തി, അവിടുത്തെ റോഹിംഗ്യൻ മുസ്ലിങ്ങളെക്കുറിച്ചോ ആ അതിർത്തിയെക്കുറിച്ചോ പറഞ്ഞിട്ടില്ല. ശ്രീലങ്കയിൽ നിന്ന് ഭാഷാപരമായ കാരണങ്ങളാൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഉൾപ്പെടെ തമിഴന്മാർ അവിടുന്ന് അഭയാർത്ഥികളായിട്ട് വരുന്നു, അവരുടെ കാര്യം പറഞ്ഞിട്ടില്ല. 3 രാഷ്ട്രം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ നിയമത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിൽ എത്രയോ കാലമായി ജീവിക്കുന്ന ആളുകൾക്ക് രേഖയില്ല എന്ന് പറഞ്ഞിട്ട് പൗരന്മാരല്ലാതാക്കുക, എന്നിട്ട് പൗരന്മാരേ അല്ല എന്ന് ഉറപ്പുള്ള 3 രാജ്യത്തെ ആൾക്കാരെ ഇവിടെ കൊണ്ടുവന്ന് പൗരന്മാരാക്കുക. കുറച്ചെങ്കിലും ഇന്ത്യൻ പൗരത്വമുള്ള ഒരു ഹാഫ് പൗരത്വമെങ്കിലും ഉള്ളവനെ ആട്ടി ഓടിച്ചിട്ട്
ആട്ടിയോടിച്ചിട്ട് പൗരന്മാരെല്ലാം ഉറപ്പുള്ള 3 രാഷ്ട്രങ്ങളിലെ ആൾക്കാരെ ഇവിടെ കൊണ്ടുവന്ന് പൗരന്മാരാക്കുക. ഇത് എന്ത് പരിഷ്കാരമാണ്, എന്ത് തോന്നിവാസമാണ്? ഈ വിഷയം വലിയ സജീവമാക്കി ഇവർ നിലനിർത്തുന്നതിൻ്റെ ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ ഗവൺമെൻറ് ഒരു ഫാസിസം എന്നുള്ളതിനെക്കുറിച്ചൊരു ഡെഫിനിഷൻ മുസോളിനി തന്നെ പറഞ്ഞിട്ടുള്ളത് ഇറ്റ് ഈസ് ദ ടോട്ടൽ മെർജർ ഓഫ് കോർപ്പറേറ്റ്സ് ആൻഡ് സ്റ്റേറ്റ് എന്നാണ്. ഭരണകൂടവും കോർപ്പറേറ്റ് ഭീമന്മാർ എന്ന് പറയുന്ന മുതലാളി വർഗവും തമ്മിലുള്ള സമഗ്രമായ ലയനമാണ് ഫാസിസം എന്ന് ബെനിറ്റോ മുസോളിനി തന്നെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ടാറ്റ, ബിർള, ദാൽമിയ, മഫത്ലാൽ, ഗോയങ്ക, സിംഘാനിയ, മഹീന്ദ്ര, അഡാനി, അംബാനി തുടങ്ങിയ ആൾക്കാരുണ്ടല്ലോ, അവർ 900ഓളം മുതലാളിമാരുണ്ട്. അവരുടെ ഗവൺമെൻറ്റാണിത്. നിങ്ങൾ വിചാരിച്ചതുപോലെ BJP അത്ര ചെറിയൊരു പാർട്ടിയൊന്നുമല്ല. BJP ഗവൺമെൻറ് അത്ര ശക്തി കുറഞ്ഞൊരു ഗവൺമെൻറ്റൊന്നുമല്ല. ശത്രുവിനെ എതിർപക്ഷത്ത് നിൽക്കുന്നത് കൊണ്ട് ലഘൂകരിച്ച് കാണാൻ പാടില്ല, പർവ്വതീകരിച്ചും കാണാൻ പാടില്ല. വളരെ വലിയ പ്രശ്നമാണെന്ന് കരുതണ്ട, വളരെ ചെറുതാണെന്നും കരുതണ്ട. ലഘൂകരിക്കാനോ പർവ്വതീകരിക്കാനോ പോണ്ട. ഇന്ത്യയിലെ ഏറ്റവും സുശക്തമായിട്ടുള്ളൊരു പൊളിറ്റിക്കൽ പാർട്ടി ഇപ്പോൾ അവരാണ്. നിരയായിട്ട് നേതാക്കന്മാരുണ്ട്. എല്ലാവിധ കുതന്ത്രങ്ങളും സൂത്രങ്ങളും അവർക്കറിയാം. അമേരിക്കൻ ചാരസംഘടനയായ CIA പൂർണ്ണ പിന്തുണ ഉണ്ട്. ഇസ്രായേലിലെ ചാരസംഘടനയായ മൊസാദിൻ്റെ പിന്തുണയുണ്ട്. ഇന്ത്യയിലെ സകല മുതലാളിമാരുടെയും ലോക മുതലാളിമാരുടെയും പിന്തുണയുണ്ട്. നിങ്ങൾക്കെല്ലാം BSNL കണക്ഷൻ ഉണ്ടാവും. പക്ഷേ BSNL 4G ഇല്ല. കാരണം അത് ഗവൺമെൻറ്റിൻ്റെയാണ്. 4G ചോദിച്ചിട്ട് ഇന്ത്യ ഗവൺമെൻറ് ഇന്ത്യയുടെ ടെലിഫോൺ കമ്പനിയായ BSNL കൊടുത്തില്ല. അവർ പറഞ്ഞൊരു 10,000 കോടി രൂപ തന്നാൽ ഞങ്ങളിതൊന്ന് ഡെവലപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. കൊടുത്തില്ല. 30,000 കോടി രൂപയും 4Gയും കൊടുത്തത് അംബാനിക്കാണ്. നമ്മളതിനില്ല. റെയിൽവേ സ്റ്റേഷനൊക്കെ മുതലാളിക്ക് കൊടുക്കുകയാണ്. വിമാനത്താവളങ്ങളൊക്കെ മുതലാളിക്ക് കൊടുക്കുകയാണ്. കരനാവിക സേനയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ വരെ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ്. ആ വിമാന കമ്പനി ഇല്ലാത്ത ആളിന് വിമാനം ഉണ്ടാക്കാനുള്ള കരാറ് ഒപ്പുവെച്ച് കൊടുക്കുകയാണ്. എല്ലാം മുതലാളിമാർക്ക് വേണ്ടിയാണ്. 6,78,000 കോടി രൂപയാണ് കഴിഞ്ഞ ബഡ്ജറ്റിൽ ഈ മുതലാളിമാരുടെ കടം എഴുതി തള്ളാൻ വേണ്ടി ഗവൺമെൻറ് നീക്കി വെച്ചത്. നമ്മുടെ കടം എഴുതി തള്ളാൻ 1,11,000 കോടി രൂപ 130 കോടി ആളുകൾക്ക്, 6,78,000 കോടി രൂപ 900-ൽ താഴെ വരുന്ന മുതലാളിമാർക്ക്. ഈ പൈസ ആരുടെ പൈസ? നമ്മുടെ പൈസയാണ്. നമുക്ക് സബ്സിഡി തരാനത്രേ 1,11,000 കോടി രൂപ 130 കോടി ആളുകൾക്ക് സബ്സിഡി കൊടുക്കാൻ. അപ്പോൾ നിങ്ങളൊരു പാചകവാതക സിലിണ്ടർ വാങ്ങിച്ചിട്ട് വരുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് മെസ്സേജ് വരും, 58 രൂപ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് സബ്സിഡി ആണ്. അങ്ങനെ ഒരു 4-5 തവണ 58 രൂപ വന്നപ്പോൾ ഒരു 10-200 രൂപ ബാങ്കിൽ പോയി എടുക്കാമെന്നൊരു തൊഴിലുറപ്പുകാരിയായിട്ടുള്ളൊരു ജാനകി തീരുമാനിച്ച് ബാങ്ക് ചെന്നാൽ മാനേജർ പറയാം ആ പണം ഇവിടെ ഇല്ലയെന്ന്. എന്ത് പറ്റി? അത് നിങ്ങൾക്ക് മിനിമം ബാലൻസ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ തന്നെ എടുത്തു. അതാണ് മിനിമം ബാലൻസിൻ്റെ നിയമം കൊണ്ടുവന്നിരിക്കുക. ഡെപ്പോസിറ്റ് ഇൻ റീറ്റെയിൽ ആൻഡ് ലോൺ ഇൻ ഹോൾസെയിൽ എന്നാണ്. ബാങ്കുകളുടെ എണ്ണം കുറച്ചു. ഇവിടെ 27 നാഷണലൈസ്ഡ് ബാങ്ക് ഉണ്ടായിരുന്നു, ഇപ്പോൾ 12 ഉള്ളൂ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കാനീർ ആൻഡ് ജയ്പൂർ എന്നൊക്കെ പറയുന്ന ബാങ്കുകളെല്ലാം കൂട്ടിച്ചേർത്ത് SBI ആക്കി. എന്തിനാണത്? എല്ലാ ബാങ്കിലെയും കൂടിയുള്ള പണം ഒരുമിച്ച് ഒറ്റ ബാങ്കിൽ വരുമ്പോൾ 6,000, 7,000, 70,000 കോടി രൂപ അഡാനിക്കും അംബാനിക്കും കടം കൊടുക്കാൻ പൈസ ഉണ്ടാവും. നിങ്ങൾക്ക് കടം തരാൻ 1 ലക്ഷം, 2 ലക്ഷം, 10 ലക്ഷം, 1 കോടി, 2 കോടിയൊക്കെ തരാൻ SBT മതി. പക്ഷേ അംബാനിക്ക് കടം കൊടുക്കാൻ അത് പോരാ, അഡാനിക്ക് കടം കൊടുക്കാൻ അത് പോരാ. അവർക്ക് കടം വേണ്ടത് 7,000 കോടി, 70,000 കോടി വരെയാണ് കടം വേണ്ടത്. ആ കടം നിങ്ങളും ഞാനും ഈ പ്രവാസികളൊക്കെ കൊണ്ടുപോയി ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത പണം ഒരു വലിയ സംഖ്യയാവുമ്പോൾ അത് ചാക്കിൽ കെട്ടിയിട്ട് അംബാനിയുടെയും അഡാനിയുടെയും തലയിൽ വെച്ച് കൊടുക്കുകയാണ്. അവരതും കൊണ്ട് പോകുമ്പോൾ കണ്ടെങ്കിൽ കണ്ടു, പിന്നെ തിരിച്ചു വന്നോളുന്നില്ല. തിരിച്ചു വരുമ്പോൾ പൈസ തിരിച്ചു തന്നില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. നിങ്ങൾ 1 ലക്ഷം രൂപ കൊടുക്കാനുണ്ടെങ്കിൽ നിങ്ങളെ വെറുതെ വിടില്ല, ജപ്തി ചെയ്യും. ആത്മഹത്യയല്ലാതെ വേറൊരു മാർഗ്ഗമില്ല. നോട്ട് നിരോധിച്ച് എന്തിനു വേണ്ടിയാണ് നോട്ട് നിരോധിച്ചത്? ഡിമോണിറ്റൈസേഷൻ. അതിൻ്റെ ഫലമായിട്ട് 2.5 ലക്ഷം വ്യവസായശാലകൾ പൂട്ടി. 22,000 കൃഷിക്കാർ ആത്മഹത്യ ചെയ്തു. ചോദിക്കാൻ ആരുണ്ട്? ആ ആത്മഹത്യ ചെയ്തതിൽ ഭൂരിപക്ഷം ഹിന്ദുക്കളല്ലേ? ഈ വ്യവസായശാലകൾ പൂട്ടിയതൊക്കെ മുസ്ലിങ്ങൾ വ്യവസായശാലകളാണോ? നിങ്ങൾ ആലോചിച്ച് നോക്കി. എന്തിനാണ് ഈ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൗരത്വം തീരുമാനിക്കുന്നത്? രാജ്യം എന്ന് പറയുന്നത് പൗരന്മാരെല്ലാവരും ഇന്ത്യക്കാരൊന്നും അല്ല. ഇവിടെയുള്ള ആൾക്കാരൊന്നും ഇന്ത്യയിൽ വന്നു ചേർന്നതാണ്. ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം തന്നെ ഉണ്ടായിരുന്നില്ല. രാജ്യങ്ങൾക്ക് അതിർത്തികളുണ്ടായിരുന്നോ? അതിർവരമ്പുകളുണ്ടായിരുന്നോ? ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് അലഞ്ഞു നടന്നിരുന്ന മനുഷ്യർ ഓരോ നദീതീരങ്ങളിൽ കുടിയേറി പാർത്തു താമസിച്ചു എന്നല്ല. അതെന്താ? നൈലിൻ്റെ തീരത്തും യൂഫ്രട്ടീസിൻ്റെ തീരത്തും ടൈഗ്രീസിൻ്റെ തീരത്തും ഗംഗ, യമുന, കാവേരി, ബ്രഹ്മപുത്ര, സിന്ധു തുടങ്ങിയ നദീതീരങ്ങളിലും ഒക്കെ ആളുകൾ താമസിച്ചു. അങ്ങനെയാണ് മനുഷ്യവർഗം അവിടെ പൊണച്ചു പൊന്തിയത്, സംസ്കാരം ഉണ്ടായത്.
അതിലൊന്നും ഒരു രാജ്യം ആർക്കും ഉണ്ടായിരുന്നില്ല, ഒരു ബൗണ്ടറി ഉണ്ടായിരുന്നില്ല, ഒരു പാസ്പോർട്ട് ഉണ്ടായിരുന്നില്ല, ഒരു സംഭവം ഉണ്ടായില്ല. ഇന്ത്യയിലെ എലികൾക്കും പ്രാവിനും കാക്കക്കും പൂച്ചക്കും ആനക്കും പുലിക്കും ഒക്കെ പാകിസ്ഥാനിക്ക് പോയിക്കൂടെ? അവിടെയുള്ളവർക്ക് ഇവിടെ വന്നൂടെ? അവർക്ക് വല്ല അതിർവരമ്പുകളുണ്ട്. അതുപോലെ തന്നെയായിരുന്നു മനുഷ്യനും. സെൻട്രൽ ഏഷ്യയിൽ നിന്ന് വന്ന ആൾക്കാരാണ് ഇന്ത്യയിൽ ഇപ്പോൾ താമസിക്കുന്നത്. ഈ ആര്യന്മാരൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ആൾക്കാരുണ്ടായിരുന്നു. അവർ പിന്നെ ഈ മോഹൻജദാരോ ഹാരപ്പ എന്നൊക്കെ പറയുന്നത് നമ്മുടെ 5000 വർഷം മുമ്പുള്ള സംസ്കാരമാണ് നമ്മൾ പറയാറുണ്ട്. അത് രണ്ടും പാകിസ്ഥാനിലാണ്. ഇപ്പോൾ നമ്മളെ ദേശീയ ഗാനം പാടുമ്പോൾ പഞ്ചാബ്, സിന്ധ്, ഗുജറാത്ത്, മറാഠ, സിന്ധ് പാകിസ്ഥാനിലാണ്. എന്നാൽ അതെങ്കിലും ഇദ്ദേഹത്തിൽ നിന്ന് മാറ്റിയിട്ട് സിന്ധിന് പകരം പഞ്ചാബ്, സിന്ധ്, ഗുജറാത്തിന് പകരം വേറെ ഏതെങ്കിലും ഒരു മഹാരാഷ്ട്ര വല്ലതും ചേർത്ത് വെച്ചാൽ പോരായിരുന്നു. പഞ്ചാബ്, സിന്ധ്, ഗുജറാത്ത്, മറാഠയിൽ ആ സിന്ധ് ഇന്ത്യയിലല്ല എപ്പോഴും. എന്നിട്ട് നമ്മൾ ദേശീയ ഗാനം പാടുമ്പോൾ സിന്ധിന് വേണ്ടി കയ്യും പിടിച്ച് നിൽക്കുകയാണ്. പാകിസ്ഥാൻകാരോട് ഇത്ര വിരോധമാണെങ്കിൽ നിങ്ങൾ പോയി ആക്രമിച്ച് കീഴ്പ്പെടുത്തോളൂ പാകിസ്ഥാനെ. നിങ്ങളുടെ ഇതെല്ലാം ആയുധങ്ങളും ഇല്ലേ? പാകിസ്ഥാനെ കീഴടക്കി ഇന്ത്യയോട് ചേർക്കുക. ഞങ്ങളെ അങ്ങോട്ട് പറഞ്ഞേക്കണേക്കാൾ എളുപ്പം അതല്ലേ? ആ സ്ഥലം കൂടി കിട്ടൂലേ? ആരെ വേണ്ട പറഞ്ഞു? ഞങ്ങൾക്ക് എന്താ പാകിസ്ഥാനായിട്ട് വന്നോ? ഇവിടെ ഈ എന്താണ് അടൂർ ഗോപാലകൃഷ്ണൻ വരെ ചൊവ്വയിലേക്ക് പാകിസ്ഥാനിലേക്ക് കയറ്റണമെന്ന് പറഞ്ഞ ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. എന്ത് പറഞ്ഞാലും പാകിസ്ഥാൻ, എന്ത് പാകിസ്ഥാൻ? ഹൂ ഈസ് ബോധേഡ് അബൌട്ട് പാകിസ്ഥാൻ? ഇന്ത്യൻ മുസൽമാന്മാർ എത്രയോ വർഷങ്ങളായി ഇന്ത്യയിൽ അനുഭവിക്കുന്ന ഈ സുഖവും സന്തോഷവും പാകിസ്ഥാനിലെ മുസ്ലിങ്ങൾക്കില്ല. പാകിസ്ഥാനിലൊരു വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് പോയി നിന്നാൽ ഏത് സഫിലാണ് ചാവേർ ബോംബ് പൊട്ടുകയെന്ന് പറയാൻ പറ്റില്ല. നിസ്കരിക്കാൻ പോയവൻ എത്ര ആൾ മടങ്ങി വരുമെന്ന് പറയാൻ പറ്റില്ല. സുന്നി ഷിയ സംഘടനം, ഇവരുമായിട്ട് സംഘടനം, അഹമ്മദിയാക്കളായിട്ട് സംഘടനം, ഒരു മതരാഷ്ട്രങ്ങളിലും ഇതുപോലെ മെച്ചപ്പെട്ട ഒരു സാഹചര്യമൊന്നും ഇല്ല. ലോകത്തിലെ ഏറ്റവും മുസ്ലിങ്ങളുള്ള രാജ്യം, രണ്ടാമത്തെ രാജ്യം ഇന്ത്യയാണ്. ഇവിടെ എന്താ കുഴപ്പം? ഇവിടെ ഹിന്ദു മുസ്ലിങ്ങളും തമ്മിൽ എന്തെങ്കിലും തർക്കമുണ്ടോ? ഇവിടെയുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഹിന്ദുക്കൾക്ക് ഹിന്ദുയിസം എന്താണെന്ന് അറിഞ്ഞൂടാ, ക്രിസ്ത്യാനികൾക്ക് ക്രിസ്ത്യാനിറ്റി എന്താണെന്ന് അറിഞ്ഞൂടാ, മുസ്ലിങ്ങൾക്ക് ഇസ്ലാം എന്താണെന്ന് അറിഞ്ഞൂടാ. ഒക്കെ ഇവിടെ ഉള്ളവർക്ക് അറിയാട്ടോ. ഞാൻ എൻ്റെ കാര്യം പറയണം, എനിക്ക് ഇവിടുന്ന് പോകണല്ലോ, അതുകൊണ്ട് പറയണേ. നിങ്ങൾക്കെല്ലാം ഇതെല്ലാം നന്നായിട്ട് അറിയാമെന്ന് എനിക്കറിയാം. നമ്മളെ ഭിന്നിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, വർഗീയ ശക്തികൾക്ക് എളുപ്പമാണ് നമ്മളെ വേർപിടിക്കാൻ. നമ്മളിപ്പോൾ എസ് പി കുഞ്ഞമ്മദും നമ്മളെല്ലാം കൂടി പുറത്തിറങ്ങി അസ്സലാമു അലൈക്കും, വലൈക്കും അസ്സലാം, ഇൻഷാ അല്ലാ, മാഷാ അല്ലാ, ജസാഖല്ലാ ഖൈർ, റാഹത്തല്ലേ എന്ന് പറഞ്ഞാൽ ഇസ്ലാമായി എന്നാണ് അർത്ഥം. യാതൊരു ബന്ധവും അത്രയും വാക്ക് പറഞ്ഞുകൊണ്ട് ഒരാൾ മുസ്ലിമാകുന്നത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല, അല്ലേ? നമുക്ക് അതിൻ്റെ അടയാളങ്ങളും താടിയും തൊപ്പിയും തലപ്പാവും ഉണ്ടായാൽ മുസ്ലിമായി എന്ന് വിചാരിച്ച് നടക്കാം. നമുക്കൊരു ഒരൊറ്റ ഗ്രന്ഥമുള്ളൂ, ഒരു പരിശുദ്ധ ഗ്രന്ഥം, പരിശുദ്ധ ഖുർആൻ, 114 സൂറത്തുള്ളൂ. മുസ്ലിങ്ങളായിട്ടുള്ള സഹോദരന്മാരോട് ഞാൻ ചോദിക്കുകയാണ്, ഞാൻ ഉൾപ്പെടെയുള്ള മുസ്ലിം സഹോദരന്മാരാരെങ്കിലും ഈ 114 സൂറത്തുകൾ, അതിൻ്റെ ആയത്തും ഒക്കെ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി, ആന്തരാർത്ഥം മനസ്സിലാക്കി, അള്ളാഹുവിനെ അറിഞ്ഞ്, എന്നെ അറിഞ്ഞ്, ഭൂമിയെ അറിഞ്ഞ്, ജീവിതം അറിഞ്ഞ് അങ്ങനെ ഒരു വായന വായിച്ചിട്ടുണ്ടോ? ഈ കാലം വരെ വയസ്സത്രയായില്ലേ? ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഹയർ സെക്കൻഡറി വരെ മദ്രസിലൊക്കെ പോയിട്ടുണ്ടാവും. ഹയർ സെക്കൻഡറി വരെ മദ്രസിൽ പോയിട്ട് എന്താ പറയുക, അഫലാ യൻളുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്തെന്ന് വെള്ളിയാഴ്ച ഉച്ചക്ക് പള്ളിക്കെന്ന് ചോദിച്ചപ്പോൾ ഒട്ടകത്തെ എങ്ങനെയാണ് സൃഷ്ടിച്ചതെന്ന് നീ കാണുന്നില്ലേ എന്ന്. ഒട്ടകം എങ്ങനെയായാലും വേണ്ടിയില്ല, ബീഫ് വന്നിട്ടുണ്ടാവും, ഉടനെ വീട്ടിൽ പോട്ടെ എന്നാണ് നമ്മളെ മനസ്സിലുള്ളത്. അതും കുട്ടിയോട് ശാപ്പാടടിക്കുകയാണല്ലേ. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാവു പകലുകൾ മാറി വരുന്നതിലും ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്. ചിന്തിക്കുന്നവർക്കേ ഉള്ളൂ. നിങ്ങളും ഞാനും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ദൃഷ്ടാന്തങ്ങളും ഇല്ല, പ്രശ്നവുമില്ല, ഒരു സംഗതിയില്ല. എന്താണ് ഖുർആൻ എന്നതിനെക്കുറിച്ച് നമുക്ക് യാതൊരു ധാരണയില്ല. അതുകൊണ്ട് ഇസ്ലാം എന്ന് പറഞ്ഞാൽ കുറച്ച് തലപ്പാവും കെട്ടും പൂട്ടും ഈ നടപ്പും ഇരിപ്പും കുറച്ച് പ്രഭാഷണങ്ങളും എല്ലാം കൂടിയാണ് ഇസ്ലാം എന്ന് നമ്മൾ ധരിച്ച് വശായിരിക്കുകയാണ് കുറേ ആളുകൾ. നമുക്കൊരു പുസ്തകമേ ഉള്ളൂ ശരിക്കും പഠിക്കാൻ, പിന്നെ അതിൻ്റെ അനുബന്ധങ്ങളായിട്ടുള്ള ഹദീസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും ബേസിക്കലി ഒരു മുസൽമാൻ എന്ന് പറഞ്ഞാൽ ആരാ? ഒരു മുസൽമാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു ദൈവം ഏകനാണ്, ഒരാളേ ഉള്ളൂ. ആ ദൈവം സകലതിനെയും സൃഷ്ടിക്കുന്നു, പരിപാലിക്കുന്നു, മരിപ്പിക്കുന്നു, പുനരുജ്ജീവിപ്പിക്കുന്നു. ഒരേ ഒരു അള്ളാഹ്, ഒരേ ഒരു ദൈവം, തൗഹീദ്, ഇതാണ് ഇസ്ലാം. ബാക്കിയൊക്കെ അതിൻ്റെ ഡീറ്റെയിൽസാണ്, അല്ലേ? ഏതൊന്നിൽ നിന്നാണോ ജീവജാലങ്ങളെല്ലാം പിറന്നത് കൊണ്ട് അവയെല്ലാം ഏതൊന്നിലാണോ പുലരുന്നത്, പിന്നീട് അവയെല്ലാം ഏതൊന്നിലാണോ വിലയം പ്രാപിക്കുന്നത്, അതാണ് ബ്രഹ്മം എന്നാണ് തൈത്തിരീയ ഉപനിഷത്ത് പറയുന്നത്. ഞാൻ ഈ ആദ്യം പറഞ്ഞത് തമ്മിൽ എന്താ വ്യത്യാസം? നമ്മൾ ആമീൻ എന്ന് പറയും, ക്രിസ്ത്യാനികൾ ആമേൻ എന്ന് പറയും, ഹിന്ദുക്കൾ ആ ഊമ, ഓം, ആ ഊമ, അതാണ് ആ ഓം എന്നാണ്, ഓം എന്നല്ല പറയും. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ എന്ന് പറയും മുസ്ലിങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ എന്ന് പറയും ക്രൈസ്തവർ. ഒന്ന് ഹീബ്രു ലാംഗ്വേജ്, ഒന്ന് അറബിക് ഭാഷയാണെന്ന് മാത്രമേ ഉള്ളൂ. അള്ളാഹു അക്ബർ എന്നാണ് ഒരു കുട്ടി ജനിച്ച ഉടനെ ചെവിയിൽ നമ്മൾ ഊതിക്കുറിക്കുന്നു. എല്ലാ മഹത്വവും ദൈവത്തിനുള്ളതാകുന്നു, അള്ളാഹുവിനുള്ളതാകുന്നു. ഹിന്ദു ആണെങ്കിൽ വേദോസി, നീ അറിവാകുന്നു എന്ന് പറഞ്ഞ് ഊതിക്കൊടുക്കണം എന്നാണ്. ഊതാത്ത ഹിന്ദുക്കളുണ്ടാവും. നമുക്ക് ഈ ഒരൊറ്റ പുസ്തകം തന്നെ വായിക്കാൻ കഴിയില്ല. ക്രൈസ്തവ സഹോദരന്മാർക്ക് 66 പുസ്തകമാണ്.
73 എന്ന് ഒരു ഖൗലുണ്ട്, 66 പുസ്തകം ഏറ്റവും ചുരുങ്ങിയതുണ്ട്. അത് ഉൽപ്പത്തിയുണ്ട്, വെളിപാടുണ്ട്, ദിനവൃത്താന്തമുണ്ട്, രാജാക്കന്മാരുണ്ട്, സഭാപ്രസംഗിയുണ്ട്, ജെറേമിയുണ്ട്, യെഹെസ്കേലുണ്ട്, ഒരുപാട് സംഭവങ്ങളുണ്ട്. മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാനൊക്കെ ഉണ്ട്. 66 പുസ്തകം ആ സാഗൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ പഠിക്കാത്തതിനെ കുറിച്ച് നമ്മൾ ഒന്നെന്നെ പഠിക്കാത്ത നമുക്ക് 66 പഠിക്കാത്തവനെ പറ്റി വല്ലതും പറയാൻ പറ്റുമോ? ഹൈന്ദവ സഹോദരന്മാരുടെ കാര്യം അതിലേറെ വലുതാണ്. എന്താ വെച്ചാൽ കേനം, കടം, മുണ്ടകം, മാണ്ഡൂക്യം, ചാന്തോക്യം, ബൃഹദാരണ്യകം, ഉപനിഷത്തുകൾ, 108 ഉപനിഷത്തുകൾ, സ്മൃതികൾ, ശ്രുതികൾ, പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ, എന്തെല്ലാം സംഭവങ്ങൾ. ഒരു നാഷണൽ പെർമിറ്റ് ലോറി കൊണ്ട് നിർത്തി അത് മുഴുവൻ പുസ്തകം കയറ്റിയാൽ പിന്നെ ഒരു ഓട്ടോറിക്ഷയ്ക്ക് പുസ്തകം ബാക്കിയാണ്. പിന്നെ ഹൈന്ദവ സഹോദരന്മാർക്ക് അതിനെക്കുറിച്ച് പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. അതുകൊണ്ട് നമുക്ക് നമ്മുടെ മതം അറിഞ്ഞൂടാ. മതങ്ങൾ എന്താണെന്ന് അറിയാത്തത് കൊണ്ട് നമ്മൾ പരസ്പരം കലഹിപ്പിക്കാൻ എളുപ്പമാണ്, നമ്മളെ തമ്മിൽ തല്ലിപ്പിക്കാൻ എളുപ്പമാണ്. ഒരു ചെണ്ടകൊട്ട് മതി, ഒരു ജാഥ മതി, ഒരു പശുവിനെ കൊണ്ടുപോയാൽ മതി. അതൊക്കെ ആണ് ഇസ്ലാമെന്നും അതൊക്കെയാണ് ഹിന്ദു എന്നും അതൊക്കെയാണെന്ന് ക്രിസ്ത്യൻ എന്നും സാധുക്കളായിട്ടുള്ള നമ്മൾ കരുതി വശായിരിക്കുകയാണ്. അതുകൊണ്ട് അടിയും ബഹളമൊക്കെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അതിന് നമ്മൾ നിന്നു കൊടുക്കരുത്. കുട്ടപ്പുറത്തേക്ക് ചെല്ലുമ്പോൾ സായിബാബ എപ്പോഴും പറയുന്നത്, മുസൽമാനാണെങ്കിൽ നീ നല്ല മുസൽമാനാവും, ക്രിസ്ത്യാനി എന്നാൽ നീ നല്ല ക്രിസ്ത്യാനിയാവും, ഹിന്ദു എന്നാൽ നീ നല്ല ഹിന്ദു ആകുക എന്നാണ് പറഞ്ഞത്. അതാണ് നമ്മളായിത്തീരേണ്ടത്. അപ്പം ഞാൻ പറയുന്ന ഇതൊന്നും അറിയാത്തത് കൊണ്ട് ഞാൻ ഈ അടുത്ത കാലത്ത് ആലങ്ങാട് എന്ന് പറയുന്നൊരു സ്ഥലത്ത് എറണാകുളത്തൊരു മീറ്റിങ്ങിന് പ്രസംഗിക്കാൻ പോയി. ആലങ്ങാട് അവിടെ ഒരു മുസ്ലിം ലീഗുകാരൻ ജില്ലാ പഞ്ചായത്തിലേക്ക് ജയിച്ചിരുന്നു. അത് എൻ്റെ ഒരു കഷ്ടപ്പാടെന്ന് വിചാരിച്ചാൽ മതി. അവൻ ജയിച്ചതുകൊണ്ട് ഞാനാണ് പോകേണ്ടത്. ഞാൻ പറഞ്ഞു, നീ തോറ്റിരുന്നെങ്കിൽ എനിക്ക് വരാതെ കഴിയായിരുന്നു, എറണാകുളത്തൊന്നും ഇപ്പോൾ നീ ജയിക്കേണ്ട കാര്യമില്ലായിരുന്നു പറഞ്ഞു തമാശയായിട്ട്. അവിടെ ചെല്ലുമ്പോൾ ഞാൻ ചോദിച്ചു, എന്നെ എന്തിനാണ് വിളിച്ചുകൊണ്ട് കൊണ്ടുപോയത് ഇത്രയും ദൂരത്ത്? അവിടെ സാറേ മുഴുവൻ 75% ക്രിസ്ത്യാനികളാണ്. ആ ക്രൈസ്തവ സഹോദരന്മാർ ആണ് നമുക്ക് വോട്ട് ചെയ്ത് നമ്മൾ ജയിപ്പിച്ചത്. 25% ഉള്ളൂ ഹിന്ദു മുസ്ലിങ്ങളും കൂടെ. അതുകൊണ്ടാണ് നിങ്ങളെ വിളിച്ചത്. അപ്പോൾ ക്രിസ്ത്യാനികൾക്കൊക്കെ പറ്റിയത് രീതിയിൽ പ്രസംഗിക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ഞാൻ കുറച്ച് രാഷ്ട്രീയമൊക്കെ പറഞ്ഞതിന് ശേഷം പറഞ്ഞു, തീർച്ചയായും യേശു ക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിലേക്ക് വന്നവനാകുന്നു. ശത്രുക്കളെ സ്നേഹിപ്പിൻ, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. എന്തെന്നാൽ സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ് നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും തൻ്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നല്ലവരുടെ മേലും ചീത്തവരുടെ മേലും തൻ്റെ മഴ വർഷിപ്പിക്കുകയും ചെയ്യുന്നുവല്ലോ. അതുകൊണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ പോലെ നാമും സദ്ഗുണ സമ്പൂർണനായി തീരുവാൻ ശത്രുക്കളെ സ്നേഹിപ്പിൻ, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. മത്തായി 5-ാം അധ്യായത്തിൻ്റെ 44-ാമത്തെ വചനം. ജെറൂസലേമേ, ജെറൂസലേമേ, നിന്റെ നേർക്ക് അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും പ്രവാചകന്മാരെ കൊല്ലുകയും ചെയ്യുന്നവളെ, നിനക്ക് ആ കഷ്ടം. കോഴി തൻ്റെ ചിറകിൻ കീഴിൽ കുഞ്ഞുങ്ങളെ ചേർക്കും പോലെ നിൻ്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, പക്ഷേ നിനക്കോ മനസ്സായില്ല, നിൻ്റെ ആത്മാവ് ശൂന്യമായി തീരും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ വേദിയിൽ സൗഹാർദ്ദ പ്രതിനിധികളായിട്ട് ഇവിടെ ഇപ്പോൾ ഇയാച്ചേരിയും മാധവേട്ടനൊക്കെ ഇരിക്കുന്ന മാതിരി അവിടെ ആൻ്റണി മാഷും ആൻ്റണി ചെറിയാനും ത്രേസ്യാമ്മ ടീച്ചറും പൗലോസ് മാഷും ഒക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഒരു സൗഹാർദ്ദ പ്രതിനിധികളായിട്ട് നമ്മൾ ലീഗിൻ്റെ യോഗത്തിലിരുന്നാം. ഇതെല്ലാം കഴിഞ്ഞ് ആഹാരം കഴിക്കാൻ വേണ്ടി ഒരു വീട്ടിലേക്ക് പോയി. ഏതായാലും എറണാകുളത്ത് നിന്ന് വരണ്ടേ, ആഹാരം കഴിച്ചിട്ട് പോകാറുണ്ട്. ഒരു വീട്ടിൽ കയറി ചെന്നപ്പോൾ ഈ പൗലോസ് മാഷിനോട് ചോദിക്കുക, സാറേ ഇപ്പോൾ സാറ് പറഞ്ഞതൊക്കെ ആ പുസ്തകത്തിലുള്ളതാണെങ്കിൽ അതൊന്ന് വായിക്കണല്ലോ. ഏത് പുസ്തകം? ബൈബിളേ. മൂപ്പര് പൗലോസ് മാഷാണ്, മൂപ്പര് സത്യക്രിസ്ത്യാനിയാണ്. അപ്പോൾ അതിപ്പോൾ പൗലോസ് മാഷ് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് വരാം. നിങ്ങളെ കാര്യം അതിനേക്കാളും കഷ്ടമാണ്. നിങ്ങളെ കാര്യം അതിനേക്കാളും കഷ്ടമാണ്. ഒരു സംഭവം അറിഞ്ഞുകൂടാന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. അതാണ് ഈ മതപരമായ കാര്യങ്ങളിൽ നമുക്ക് വലിയ അറിവും പാണ്ഡിത്യമൊന്നും ഇല്ല. പക്ഷേ ഈ മതം ഭിന്നിക്കാനുള്ളതല്ല എന്ന് എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് അതെല്ലാവരും യോജിപ്പിക്കാൻ. ഇപ്പോൾ മുസ്ലിങ്ങളുടെ ഇടയിൽ കലഹമുണ്ട്, തമ്മിൽ പല സംഘടനകളുണ്ട്. ഹിന്ദുക്കളുടെ ഇടയിലും ചെറിയ തർക്കങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുടെ ഇടയിലും തർക്കങ്ങളുണ്ട്. ക്രിസ്ത്യാനി യേശു ക്രിസ്തു കുരിശിൽ കടന്ന് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്കൊരു കൽപ്പന തന്നിട്ട് പോകുന്നു, നിങ്ങൾ തമ്മിൽ സ്നേഹിപ്പിന്ന്. അവർ നടുറോട്ടിലൊക്കെ സ്നേഹിച്ചത് നമ്മൾ അടുത്ത കാലത്ത് കുറേ കണ്ടതാണ്, യാക്കോബായും ഓർത്തഡോക്സൊക്കെ ചേർന്നിട്ടില്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് നമ്മളെ ഇടയിൽ കലഹമുണ്ട്, ക്രിസ്ത്യാനികളുടെ ഇടയിലും കലഹമുണ്ട്, ഹിന്ദുക്കളുടെ ഇടയിലും കലഹമുണ്ട്. പക്ഷേ ഹിന്ദുവും മുസ്ലിമും തമ്മിൽ കലഹമില്ല, ഹിന്ദുവും ക്രിസ്ത്യാനിയും തമ്മിൽ കലഹമില്ല. നമ്മൾ തമ്മിൽ ഒരു കലഹവും ഞാനെവിടെയും കണ്ടില്ല. ഞാൻ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോകാറുണ്ട്, ഇന്നുവരെ കണ്ടില്ല. നമ്മുടെ ഇടയിൽ പല ആൾക്കാരും ഇപ്പോഴും തമ്മിൽ കണ്ടാൽ സലാം പറയാത്തവരും ഒരുമിച്ച് ഇരിക്കാത്തവരും, ഒരു പള്ളിയിൽ പോയി മൂത്രം വെച്ചിട്ട് അടുത്ത സ്വന്തം പള്ളിയിൽ പോയി നിസ്കരിക്കുന്നവരുണ്ട്. ഈ പള്ളി മൂത്രം വയ്ക്കാനുള്ളതായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പുറത്തെ പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന ആൾക്കാരുണ്ട്. കാരണം മറ്റേ ആളെ തുടർന്ന് നിസ്കരിക്കാൻ പാടില്ല, മറ്റേ ആളെ തുടർന്ന് മൂത്രം വയ്ക്കുക, അതിന് കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട് ഇല്ലേ, ധാരാളം ആൾക്കാരുണ്ട്. എത്ര ബാങ്കാണ് ഒരു പള്ളി ഒരു സ്ഥലത്ത് നിന്ന് ഒരു സാധാരണ ഒരു മീറ്റിങ്ങൊക്കെ നടക്കുമ്പോൾ അരമണിക്കൂറൊക്കെ നിർത്തലുണ്ട്. ഒക്കെ ഇശയാണ്. എന്തൊരു ഇശയാണത്, അരമണിക്കൂർ നീളമുള്ള ഇശ ബാങ്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. ഒരു ഉസ്താദ് ഒരു ദിവസം എന്നോട് പറഞ്ഞു, സാറേ ഇങ്ങനെ ബാങ്ക് കൊടുക്കുമ്പോൾ സംസാരിക്കരുത്. ഞാൻ ബാങ്ക് കേൾക്കാത്തതുകൊണ്ട് ഒരു വാക്കറ്റ പിന്നെ പറഞ്ഞിരുന്നു.
ഞാൻ വേഗം ഇരുന്നു. അവനോട് ഈ ബാങ്ക് കൊടുക്കുമ്പോഴേ സംസാരിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല ഖുർആൻ വരെ ഓതാൻ പാടില്ലായിരുന്നു. അങ്ങനെയാണല്ലോ ഉസ്താദ് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഉസ്താദെ ഒരു ബാങ്ക് കൊടുക്കുമ്പോൾ വേറൊരു ബാങ്ക് കൊടുക്കാൻ പാടുണ്ടോ ചോദിച്ചു. അതിനാ ഉസ്താദ് ഇതുവരെ മറുപടി പറഞ്ഞില്ല. ഖുർആൻ വരെ ഓതാൻ പാടില്ല, പക്ഷേ ഒരു ബാങ്ക് കൊടുക്കുമ്പോൾ വേറൊരു ബാങ്ക് കൊടുക്കാൻ പാടുണ്ടോന്ന് ചോദിച്ചു. എൻ്റെ ഒരു മറുപടി ഉസ്താദ് ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ്. ഈ മതങ്ങൾ ഭിന്നിക്കാനുള്ളതല്ല. നമ്മുടെ അടിയിൽ കലഹമുണ്ട്. നിങ്ങളിപ്പോൾ സാധാരണഗതിയിൽ നമ്മളെ കുട്ടികളൊക്കെ കൊണ്ടുപോകും, വീഗാലാൻഡിലും അവിടെ ഇവിടെയൊക്കെ കാണാനൊക്കെ പോകുമല്ലോ. RCCയിലേക്കാണ് കുട്ടികളെ കൊണ്ടുപോകേണ്ടത്. എക്സ്കർഷൻ പോകുമ്പോൾ സ്കൂളിൽ നിന്നൊക്കെ കൊണ്ടുപോകണം. RCC കൊണ്ടുപോവുക, മെഡിക്കൽ കോളേജ് കൊണ്ടുപോവുക. അവിടെ നിങ്ങൾക്ക് മതം മനസ്സിലാക്കാം. ആരാണ് ഹിന്ദു? ഡോക്ടർമാർക്ക് ഹിന്ദു ഉണ്ടോ മുസ്ലിം ഉണ്ടോ? നേഴ്സുമാർക്ക് ജാതി ഉണ്ടോ മതമുണ്ടോ? രോഗിക്ക് ജാതി ഉണ്ടോ മതമുണ്ടോ? മരുന്നിന് ജാതി ഉണ്ടോ മതമുണ്ടോ? ആഹാരത്തിന് ജാതി ഉണ്ടോ മതമുണ്ടോ? വസ്ത്രങ്ങൾക്ക് ജാതി ഉണ്ടോ മതമുണ്ടോ എന്നൊക്കെ മനസ്സിലാണെങ്കിൽ ഇടയ്ക്കൊന്ന് RCCയിലും അതുപോലെ മെഡിക്കൽ കോളേജിലൊക്കെ പോയാൽ നമുക്ക് മനസ്സിലാവും. അതല്ലാണ്ട് ഇവിടെ വീഗാലാൻഡിലൊന്നും പോയാൽ അതൊന്നും മനസ്സിലാവില്ല. അപ്പോൾ മനുഷ്യരങ്ങനെയാണ്. മനുഷ്യർ ഒരുമിച്ച് ജീവിക്കുന്നവരാണ്. അവനവൻ്റെ വിശ്വാസ പ്രമാണങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ ഭരണഘടന എല്ലാ അവകാശങ്ങളും തരുമ്പോൾ തന്നെ നമ്മൾ മറ്റുള്ളവരെ കൂടി പരിഗണിക്കലാണ് നിർബന്ധമായിട്ടുള്ളൊരു കാര്യം. മറ്റുള്ളവർക്ക് വേണ്ടി വൈ ദ സൺ ഈസ് ഷൈനിങ്, എന്തിനാണ് സൂര്യൻ പ്രകാശിക്കുന്നത്? വൈ ദ റിവർ ഈസ് ഫ്ലോയിങ്, എന്തിനാണ് നദി ഒഴുകുന്നത്? വൈ ദ ട്രീ ഈസ് ഫ്ലവറിങ്, എന്തിനാണ് മരം പൂക്കുന്നത്? സൂര്യൻ എന്തിനാണ് പ്രകാശിക്കുന്നത്? സൂര്യൻ ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദി സൺ ടു ഷൈൻ. അശംസു തജ്രി ലിമുസ്തഖരില്ലഹാ ദാലിക തഖ്ദീറുൽ അസീസുൽ അലീം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന പ്രകാരം ഒരു നിശ്ചിത പാന്താവിലൂടെ ഗോളങ്ങളും നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനൊക്കെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ സൺ. സൂര്യൻ്റെ ചുമതലയാണ് പ്രകാശിക്കുക എന്നുള്ളത്. മറ്റുള്ളവർക്കായി സ്വയം കത്തി എരിയുന്ന സുസ്നേഹമൂർത്തിയാം സൂര്യ, വറ്റാത്ത നിറവാർന്ന നിൻ തപ്തദീപ്തമാം അക്ഷയപാത്രത്തിൽ നിന്നുറന്നൊഴുകുന്നൊരിത്തിരി ചുടുവാൽ വെളിച്ചം കുടിച്ചിവിടെ ഈ ചെറിയ വട്ടത്തിൽ ഈ കൊച്ചു ഭൂമിയിൽ ജീവൻ്റെ ഉന്മത്ത നൃത്തം എന്നൊരു കവി പാടിയിട്ടുണ്ട്. മറ്റുള്ളവർക്കായി സ്വയം കത്തി എരിയുകയാണ് അല്ലേ. മരം, ഒരു മനുഷ്യനേക്കാളും ആയുസ്സുള്ള മരം ആ നിന്ന നിപ്പിൽ സ്റ്റാഗ്നൻ്റായിട്ട് എവിടെയും പോകാൻ നിവൃത്തിയില്ലാണ്ട് അവിടെ തന്നെ നിന്നിട്ട് അത് വളർന്ന് പടർന്ന് പന്തലിച്ച് പൂത്ത് കായ്ച്ച് ഒരുപാട് കാലം നിലനിൽക്കും. എന്തിനു വേണ്ടി? ഒരു സ്ഥലത്തും പോകാൻ പാടില്ല, ഗൾഫിൽ പോകാൻ പാടില്ല, ഇവിടുന്ന് അനങ്ങാൻ പാടില്ല, വേര് കീഴ്പ്പെട്ടും കൊമ്പ് മേപ്പെട്ടും പോകല്ലാണ്ട് യാതൊരു നിവൃത്തിയില്ല. അവിടെ നിന്ന് പൂക്കുകയാണ്, നമുക്ക് സുഗന്ധം തരികയാണ്, കിളികൾക്ക് കൂടാവുകയാണ്, യാത്രക്കാർക്ക് തണലാവുകയാണ്. അതുപോലെ നമുക്ക് ആഹാരം ആവശ്യമുള്ള ആളുകൾക്ക് മധുരമായി ആഹാരമായിട്ട് തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വൃക്ഷത്തിന് എന്താണ്, വാട്ട് ഈസ് ദ ഡ്യൂട്ടി ഗിവൺ ബൈ ഗോഡ്? ദൈവം ആ വൃക്ഷത്തിന് പൂക്കാനും കായ്ക്കാനും ജനങ്ങളെ സഹായിക്കാനും അത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ് നിലനിൽക്കുന്നത് അല്ലേ. മറ്റുള്ളവർക്ക് വേണ്ടിയാണ് നിലനിൽക്കുന്നത്. പുഴ ഒഴുകുന്നത് നിങ്ങളെ കണ്ടിട്ടല്ല. പുഴയുടെ ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദി റിവർ ടു ഫ്ലോ. ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഗിരിശൃംഖങ്ങളിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട്. ഇത്തനാഹി ചക്കർ കാക്കർ ചങ്കോനെ ചടന സീക്ക ഗുരു ഗിരിവർ സെ ഗിർഗിർക്കർ നദിയോനെ ബഹന സീക്ക സിർ പടക്ക് പടക്ക് പത്തർ പർ ചർണോനെ ചർണ സീക്ക. എത്ര വട്ടം കറങ്ങിയിട്ടാണ് പക്ഷികൾ പറക്കാൻ പഠിക്കുന്നത്. പാറക്കെട്ടുകളിൽ എത്രമേൽ തലയിട്ടടിച്ചാണ് അരുവികൾ ഒഴുകാൻ പഠിക്കുന്നത് എന്നൊരു കവി എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദി പോലെ, പുഴ പോലെ, മരം പോലെ, സൂര്യനെ പോലെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കലാണ് മനുഷ്യൻ്റെ ചുമതല. അതിൽ ഹിന്ദു മുസ്ലിം ഒന്നുമില്ല. അത് മറ്റ് വിശ്വാസ പ്രമാണങ്ങളൊക്കെ വേറെ കാര്യം. അങ്ങനെ സുഖമായി സന്തോഷമായിട്ട് കഴിയുന്നവരാണ് ഇന്ത്യക്കാർ. അതിനിടയിൽ നാശം വിതച്ചിരിക്കുന്ന ആരാ? ഇവരൊക്കെ ഹിന്ദുക്കളാണോ എന്ന് ചോദിക്കാൻ എനിക്ക് അധികാരമില്ലെങ്കിലും, ഞാൻ അറിവില്ലാത്തവനാണ്, പാമരനാണ്, എങ്കിലും ഞാൻ ചോദിച്ചു പോവുകയാണ്. ഹിന്ദു ആണോ ഇത്? ലോകോ സമസ്ത സുഖിനോ ഭവന്തു. സമസ്ത ലോകവും സുഖമായിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ജീവജാലങ്ങളും പക്ഷിമൃഗാദികളൊക്കെ സുഖമായിരിക്കട്ടെ എന്നാണ്. മുസൽമാൻ ഒരു ദിവസം നമസ്കരിക്കുന്നവനാണെങ്കിൽ 17 തവണ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയും. ആലമീനാണ്, റബ്ബിൽ മുസ്ലിമീനല്ല. മുസ്ലിങ്ങളുടെ റബ്ബിനെ അല്ല സ്തുതിക്കുന്നത്. ഈ ആലം ദുനിയാവിനെ, മഹാപ്രപഞ്ചത്തെ, അനന്ത കോടി അണ്ട കടാഹങ്ങളെ സൃഷ്ടിച്ച ദൈവമേ നന്ദി, അല്ലെങ്കിൽ ദൈവമേ സ്തുതി എന്നാണ് പറയുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലേ. ലോകോ സമസ്ത സുഖിനോ ഭവന്തു അയം നിജ പരോവേദി ഗണന ലഘുചേതസാം ഉദാരചരിതാനാം തു വസുദൈവ കുടുംബകം. അന്യനെന്നും സ്വജനമെന്നും മനുഷ്യരെ വേർതിരിക്കുന്നവൻ അല്പനാണ്. എല്ലാവരും ഒരുപോലെയാണെന്ന് കാണുന്നവനാണ്, കരുതുന്നവനാണ് ഉത്തമൻ. അതാണ് ഹൈന്ദവ സംസ്കാരം എന്ന് പറയുന്നത്. അതാണ് ഉപനിഷത്തുകളും വേദങ്ങളും എല്ലാം പറഞ്ഞിട്ടുള്ളത്. ഏകയേവ ഏകയേവ. മുസ്ലിങ്ങൾ തൗഹീദ് എന്ന് പറഞ്ഞല്ലോ, എന്നാൽ വേദങ്ങൾ മുഴുവൻ ഏകയേവ ഏകയേവ, ഒന്ന് മാത്രമേ ഉള്ളൂ, ഒന്ന് മാത്രമേ ഉള്ളൂ. ഏകം സത്ത് വിപ്ര ബഹുദ വദന്തി. സത്യം ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു.
രണ്ടില്ലാത്ത വിധം ഒന്നാണ്, മൂന്നില്ലാത്ത വിധം ഒന്നാണ്, 10 ഇല്ലാത്ത വിധം ഒന്നാണെന്ന് 10 തവണ വേദം ആവർത്തിച്ച് പറയാണ്. പിന്നെന്താണ് അയ്യപ്പൻ ഇരിക്കുന്നത്? പിന്നെന്താണ് പത്മനാഭൻ കിടക്കുന്നത്? പിന്നെ എന്തുകൊണ്ടാണ് കാളി മനുഷ്യൻ്റെ തലയോട്ടികൾ മാല കോർത്തിട്ട് നാവ് പുറത്തേക്കിട്ട് ദ്രംഷ്ടകൾ കാണിച്ച് കാളി അങ്ങനെ ഇരിക്കുന്നത്? പിന്നെന്താണ് ഭഗവാൻ എന്ന് വിളിക്കുന്നത്? ചിലരെന്താ ഭഗവതി എന്ന് വിളിക്കുന്നത്? ആരാണ് വിഷ്ണു, ആരാണ് ശിവൻ, ആരാണ് ബ്രഹ്മാവ് എന്നൊക്കെ ചോദിച്ചാൽ അതൊക്കെ ദൈവത്തിൻ്റെ വ്യത്യാസപ്പെട്ട ഭാവവാഹാദികൾ തന്നെയാണ്. ഞാൻ ഇവിടേക്ക് വരുമ്പോൾ ഒരു യാത്രികനായിരുന്നു, ഇപ്പോൾ ഞാനൊരു പ്രഭാഷകനാണ്. ഞാൻ വീട്ടിലേക്ക് തിരിച്ചു ചെന്നാൽ എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ ഭർത്താവാണ്, എൻ്റെ മക്കൾക്ക് ഞാൻ ബാപ്പയാണ്, അച്ഛനാണ്. എന്നെ മക്കൾ ബഹുമാനിക്കുന്നത് അച്ഛൻ എന്ന നിലയിലാണ്, പ്രഭാഷകൻ എന്ന നിലയിലല്ല, ബാപ്പ എന്ന നിലയിലാണ്. ഭാര്യ ബഹുമാനിക്കുന്നത് ഞാൻ അവരുടെ ഭർത്താവ് എന്നുള്ള നിലയിലാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നോട് വലിയ ബഹുമാനം ഉണ്ടെങ്കിൽ ഞാനൊരു പ്രഭാഷകൻ എന്ന നിലയിലാണ്, അല്ലേ? ഇത് 3ഉം 4ഉം ഞാൻ തന്നെ അല്ലേ ചങ്ങാതിമാരെ? അപ്പോൾ ഓരോന്നും ഓരോ തരത്തിൽ നിങ്ങൾ മനസ്സിലാക്കുന്നത് മാത്രമല്ല. അപ്പോൾ ദൈവത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങൾക്കനുസരിച്ച് പലതരത്തിലുള്ള ക്ഷേത്രങ്ങളുണ്ട്, വിഗ്രഹങ്ങളുണ്ട്, എല്ലാ സംഗതികളിലുണ്ട്. അതൊക്കെ വ്യത്യാസപ്പെട്ടാണ്. എല്ലാ പ്രാർത്ഥനകളും എല്ലാ പ്രാർത്ഥനകളും എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹവീര്യം കരവാവഹേ തേജസ്വിനാവതീതമസ്തു മാ വിദ്വിഷാവഹൈ. നാം പരസ്പരം വിദ്വേഷമുള്ളവരാകാതിരിക്കട്ടെ. ബ്രഹ്മം നമ്മളെ എല്ലാവരെയും ഊർജ്ജസ്വലരാക്കട്ടെ. നമ്മളെ എല്ലാവരെയും എന്നാണ്, നരേന്ദ്രമോദി അമിത്ഷാ അല്ല. എല്ലാവരെയും ഊർജ്ജസ്വലരാക്കട്ടെ, എല്ലാവർക്കും തേജസ്സും പ്രതാപവും നൽകട്ടെ, എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ എന്നാണ് അവരും പ്രാർത്ഥിക്കുന്നത്. ഓം പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ എന്ന് വെച്ചാൽ എന്താ? ബ്രഹ്മം അദൃശ്യമാണ്, ആണല്ലോ. അല്ലാഹ് അദൃശ്യനല്ലേ? ആ അദൃശ്യം ബ്രഹ്മം അദൃശ്യമാണ്, പ്രപഞ്ചം ദൃശ്യമാണ്, ആണല്ലോ, ദൃശ്യമല്ലേ? അദൃശ്യമായ പ്രപഞ്ചത്തിൽ ബ്രഹ്മത്തിൽ നിന്ന് ദൃശ്യമായ പ്രപഞ്ചം ഉണ്ടായി. എന്നിട്ടോ അദൃശ്യമായ ബ്രഹ്മത്തിൽ നിന്ന് ദൃശ്യമായ പ്രപഞ്ചം ഉണ്ടായതിനു ശേഷവും ബ്രഹ്മം പണ്ടെപ്പോലെ പൂർണ്ണം, അതിനൊന്നും കുറവില്ല. അതിനകത്ത് കൂട്ടിയാൽ കൂടുമില്ല, കുറച്ചാൽ കുറയില്ല, പൂർണ്ണമാണ്. ദൈവം പൂർണ്ണനാണ്, സൽഗുണ സമ്പൂർണനാണ്. ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല എന്ന് ബൈബിളിൻ്റെ പഴയ നിയമം പറയാണ്. ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല. അള്ളാഹു നൂറു സമാവാത്തി വൽ അർള്, അള്ളാഹു ഭൂമിയുടെയും വാനലോകങ്ങളുടെയും പ്രകാശമാകുന്നു എന്ന് ഖുർആൻ 24-ാമത്തെ അധ്യായത്തിൽ 35-ാമത്തെ വചനം. ഇതൊക്കെ തമ്മിലൊരു താരാത്മ്യമില്ലേ? ചിലത് മാഞ്ഞു പോയിട്ടുണ്ടാവും, ചിലത് കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ടാവും, ചിലത് വിസ്മരിക്കപ്പെട്ടിട്ടുണ്ടാവും. ബട്ട് എല്ലാത്തിനും മുന്നിൽ ഒരു മുസൽമാൻ ആകണമെങ്കിൽ അള്ളാഹു മാനവരാശിയെ നേർമാർഗത്തിലാക്കുന്നതിന് വേണ്ടി ഇന്നോളം ഭൂമിയിലേക്ക് അയക്കപ്പെട്ട എല്ലാ പ്രവാചകന്മാരെയും എല്ലാ വേദഗ്രന്ഥങ്ങളെയും ശരിവെച്ചുകൊണ്ടല്ലാതെ ഒരാൾക്ക് യഥാർത്ഥ മുസൽമാനായി തീരുക സാധ്യമല്ല. അങ്ങനെയുള്ള വിശാലമായ ചിന്താഗതിയാണ്, നല്ല മനുഷ്യബന്ധങ്ങളാണ്. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിലേക്ക് ആദ്യം കേരളത്തിലേക്ക്, വിശേഷിച്ച് ഇന്ത്യയല്ല കേരളത്തിലേക്ക് അറബി നാട്ടിൽ നിന്ന് നേരിട്ട് വന്നിട്ടാണ് ഇസ്ലാമിക മിഷണറിമാർ നമ്മളെ എന്ത് ചെയ്ത് ഇവിടെ ഇസ്ലാം മതം പ്രചരിപ്പിച്ചതും കച്ചവടം നടത്തിയതൊക്കെ ആരാണ്? അറബികൾ നേരിട്ടാണ് കേരളത്തിൽ വന്നത്. അതുകൊണ്ട് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഉറുദു അറിയില്ല. നമ്മൾ ഡൽഹി പോയാൽ അവർ ചോദിക്കും ഉറുദു അറിയോ? ഇല്ല പറഞ്ഞാൽ ക്യാ മുസൽമാൻ, എന്ത് മുസൽമാനാണ് ഉറുദു അറിയാതെ ചോദിക്കും. കാരണം എന്താ? അവർ ഡയറക്റ്റ് കണക്ഷൻ ഈസ് വിത്ത് അറേബ്യ. അതുകൊണ്ടാണ് അറേബ്യയിൽ നിന്ന് മാലിക് ദീനാറും 12 ആളും വന്നപ്പോഴും പിന്നീട് വന്നപ്പോഴും മിഷണറിമാരുടെ കൂട്ടത്തിൽ ഒരു സ്ത്രീ ഉള്ളതായിട്ട് ഞാനിതുവരെ വായിച്ചിട്ടില്ല. ഉണ്ടായിരുന്നോ? പിന്നെ എങ്ങനെയാണ് അവർക്ക് മക്കളുണ്ടായി? ഇവിടെ മക്കളുണ്ടായത് ഹൈന്ദവരായിട്ടുള്ള രാജാക്കന്മാർ, നായന്മാർ, നമ്പൂതിരിമാർ, ഈഴവർ, പല സമുദായത്തിലും പെട്ട ആളുകളുടെ പെങ്ങന്മാരെ കല്യാണം കഴിച്ചിട്ടാണ്. അവർക്ക് നമ്മൾ കെട്ടിച്ചു തന്നതുകൊണ്ടാണ്, പിടിച്ചു പറിച്ചതല്ല, തട്ടിക്കൊണ്ടുപോയതല്ല. അവരെല്ലാം നമുക്ക് കല്യാണം കഴിപ്പിച്ച് തന്നുകൊണ്ടാണ് നമ്മളെ പൂർവ്വപിതാക്കന്മാർക്ക് മക്കളുണ്ടായത്. അപ്പോൾ എല്ലാ ഹിന്ദുക്കളും നമ്മളെ അമ്മാവന്മാരാണ്. എല്ലാ ഹിന്ദുക്കളും. പിന്നെ കുറേ ആൾക്കാർ കൺവേർഷനായിട്ട് വന്നിട്ടുണ്ടാവും. ലോകരാഷ്ട്രങ്ങളിൽ അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പല മതങ്ങളും ഇടപഴകിയും ഒരുമിച്ചും അങ്ങനെ കഴിഞ്ഞുകൂടുന്ന ഒരു ഇന്ത്യയിൽ സുഖവും സമാധാനമായിട്ട് കഴിയുന്ന നമുക്ക് ദോഷം മാത്രം ചെയ്യാൻ ഒരു കൂട്ടരെ ഗവൺമെൻറ്റാക്കി വെക്കണോ? ഒരു ഗവൺമെൻറ്റിൻ്റെ പണി ആളുകൾക്ക് ആഹാരം കൊടുക്കുക, വസ്ത്രം കൊടുക്കുക, പാർപ്പിടം കൊടുക്കുക, ജോലി കൊടുക്കുക, വിദ്യാഭ്യാസം കൊടുക്കുക, ചികിത്സ കൊടുക്കുക, സുരക്ഷിതത്വം കൊടുക്കുക. എനിക്ക് തോന്നണ്ടേ, നരേന്ദ്രമോദി എന്നെ തോന്നിപ്പിക്കേണ്ടത് നീ ഇന്ത്യൻ പൗരനായ എന്നെ ഖാദറാണ്, നീ ഒന്നും ഭയപ്പെടേണ്ട, ഞാനിവിടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലത്തോളം എന്നല്ലേ അദ്ദേഹം എന്നെ ബോധ്യപ്പെടുത്തേണ്ടത്. അതുകൊണ്ട് ഇത് നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ചെയ്യേണ്ട ഒരു പണിയാണ്. ഇത് മുസ്ലിങ്ങൾ മാത്രം പോകുന്നൊരു കാര്യമല്ല.
മുസ്ലിങ്ങളെ പറ്റി ഒരു ബേജാറും ആവണ്ട. മുസ്ലിങ്ങൾ ഒറ്റയ്ക്ക് കൂടെ മുങ്ങൂല്ല, ഒറ്റയ്ക്ക് പൊങ്ങൂല്ല. ഒന്നുകിൽ നമ്മൾ ഒരുമിച്ച് മുങ്ങും, അല്ലെങ്കിൽ ഒരുമിച്ച് പൊങ്ങും. അതിന് തയ്യാറായിരുന്നുള്ളൂ. നമുക്ക് മാത്രമായിട്ട് ഒരു സംഭവം ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. നമ്മളിവിടുന്ന് അങ്ങനെ പോകണമെന്ന് ഈ രാജ്യത്തെ ഹിന്ദുക്കളെല്ലാം കൂടി നരേന്ദ്രമോദി തീരുമാനിച്ചാൽ പോകില്ല. ഈ നാട്ടിലെ നടുവണ്ണൂരിലെ ഹിന്ദുക്കൾ യോഗം ചേർന്നിട്ട് ഇവിടുത്തെ മുസ്ലിങ്ങൾ ഇവിടുന്ന് പോകണം തീരുമാനിച്ചാൽ പോകും. നിങ്ങൾക്ക് ഞങ്ങൾ വേണ്ടെങ്കിൽ നമുക്ക് പോകാം. പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടാക്കിയിട്ട് ആ രാജ്യത്തിലേക്ക് ഇവിടുത്തെ ഒരുപാട് മുസ്ലിങ്ങൾ പോയപ്പോൾ ഇവിടുത്തെ ഹിന്ദുക്കളുടെ കൂടെ ക്രിസ്ത്യാനികളുടെ കൂടെ സുഖവും ദുഃഖവും പങ്കുവെച്ച് ഇവിടെ ജീവിച്ചു കൊള്ളാമെന്ന് തീരുമാനിച്ചവരുടെ ബാക്കിയുള്ളവരാണ് നമ്മൾ എന്തിനു പോകണം? ഇതൊക്കെ ചില ആൾക്കാർ നമ്മൾ പൗരത്വം തെളിയിക്കാനൊന്നും കഷ്ടപ്പെടണ്ട. NRCയുടെ കാര്യത്തിലൊന്നും നമ്മൾ കഷ്ടപ്പെടണ്ട. നമ്മളിതിനെ തെളിയിക്കേണ്ട കാര്യം എന്താണ്? MGS നാരായണനോട് ഓരോ പത്രക്കാരൻ ചോദിച്ചു, നിങ്ങൾക്ക് വല്ല രേഖയുണ്ടോ? MGS പറഞ്ഞു, ഞാൻ ജനിച്ചത് 1932 താൻ ഈ പറയുന്ന ഇന്ത്യ ഉണ്ടായത് 1947. അപ്പം ഞാൻ ഇന്ത്യയേക്കാൾ 15 വയസ്സ് മൂത്തവനാണ്. എന്നോടാണ് ഒന്ന് ഈ പൗരത്വം ചോദിക്കുന്നത്. കറക്റ്റല്ലേ? ഇന്ത്യ ഉണ്ടാകുന്നതിന് മുമ്പ് ജനിച്ച് അവനെ കൂടി കൂട്ടിയല്ലേ ഇന്ത്യ ഉണ്ടായത്. പിന്നെ അവൻ എന്ത് പൗരത്വം ഇനി തെളിയിക്കേണ്ട കാര്യം എന്താ? ഒരു കാര്യമില്ല. 100 വയസ്സായവന് 200 വയസ്സായവന് അവർക്ക് എന്ത് തെളിയിക്കണം? എന്തിനാ നമ്മൾ തെളിയിക്കണം? ആദ്യം നരേന്ദ്രമോദി മൂപ്പര രേഖ ഹാജരാക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമ്മളെ രേഖ പിന്നെ കൊടുക്കാം. അദ്ദേഹത്തിന് എന്തെങ്കിലും രേഖ ഉണ്ടോ? കല്യാണം കഴിച്ചതിന് രേഖയില്ല, സ്കൂളിൽ പഠിച്ചതിന് രേഖയില്ല, ഒരു സംഗതിക്കും രേഖയില്ല. നീ ശരിക്കും പരിശോധിച്ചാൽ അങ്ങോട്ട് പുറകോട്ട് പോയാൽ, ബാക്കിലോട്ട് പോയാൽ മുത്തശ്ശന്മാർ രേഖയൊന്നും ഉണ്ടാവില്ല. ശുദ്ധ നുണയാണ് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഞാനൊരു 2 ദിവസം മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു പഴയ ഇൻ്റർവ്യൂ ഉണ്ട്. ആ പഴയ ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തിനോട് പത്രക്കാരൻ ചോദിച്ചു, ഒരു ഇംഗ്ലീഷ് പത്രപ്രവർത്തകനാണ്, ഒരു വിദേശിയാണ്. അവൻ ചോദിച്ചു, എത്ര വരെ പഠിച്ചിട്ടുണ്ട്? അപ്പോൾ നരേന്ദ്രമോദി പറഞ്ഞു, സ്കൂൾ തക്ക് പഠിക്കുകയാണ്. സ്കൂൾ വരെ പഠിച്ചിട്ടുണ്ട്. അത് കുറേ മുമ്പ് പറഞ്ഞതാണ്. അത് കഴിഞ്ഞ് പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ മൂപ്പർക്ക് തോന്നി അതൊന്നും പോരാ, അമേരിക്കയിലൊക്കെ പോകാനുള്ളത്, അതുകൊണ്ട് ഡിഗ്രി തക്ക് പഠിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം മുമ്പ് പറഞ്ഞിട്ടുണ്ട് PG തക്ക് പഠിക്കുകയാണ്. അപ്പോൾ ഏത് വിഷയമാണ് നിങ്ങൾ പഠിച്ചത്? എവിടെ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി എടുത്ത് ചോദിച്ചപ്പോൾ സർവകലാശാലൻ്റെ പേരറിയില്ല. ഏത് വിഷയത്തിലാണ് ഡിഗ്രി എടുത്ത് പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്ത് ചോദിച്ചപ്പോൾ എൻറ്റയർ പൊളിറ്റിക്കൽ സയൻസ്. അത്ര ലോകത്തിലെ ഒരു സർവകലാശാലയിലും എൻറ്റയർ പൊളിറ്റിക്കൽ സയൻസ് എന്നൊരു സബ്ജക്റ്റ് പഠിപ്പിക്കില്ല. പിന്നെ മൂപ്പർക്ക് എവിടെ നിന്ന് കിട്ടിയത്? എൻറ്റയർ പൊളിറ്റിക്കൽ സയൻസാണ്. അങ്ങനെ വിഷയം എവിടെയും പഠിപ്പിക്കുന്നില്ല. എന്നാൽ കൂടെ പഠിച്ചൊരു 3-4 കൂട്ടുകാരുണ്ടാവുമല്ലോ, അവരെ പേര് പറയാറ് അതറിയില്ല. പഠിപ്പിച്ച ഏതെങ്കിലും ഒരു മാഷ ഓർമ്മ ഉണ്ടോ ചോദിച്ചു, ഇല്ല. എന്താ കഷ്ടം! നമ്മൾ 1-ാം ക്ലാസ് പഠിപ്പിച്ച അറുമുഖം മാഷ് തൊട്ട് ഇന്നലെ വരെയുള്ള ഞാൻ പറഞ്ഞുതരാം. 2-3 തവണ കൃഷിയേറ്റുന്ന കണ്ടങ്ങളെയും വണ്ടും ഞണ്ടും പടിപൊടി കളിക്കുന്ന കച്ചങ്ങളെയും തണ്ടും കെട്ടി തരമുടി ചരിക്കുന്ന വള്ളങ്ങളെയും കണ്ടും കൊണ്ട ചെറുപുഴകൾ തൻ തീരമാർഗേണ പോക വഞ്ചിക്ഷോണിക്കൊരു തിലകമാമപുരത്തേക്ക് പോകും വഞ്ചിക്കൂട്ടം വരും അളവിലെ തോട്ടുവാരത്തൊതുങ്ങി വഞ്ചിക്കേണമേറെ മരനീരുള്ളിൽ ഉണ്ടാകമൂലം വഞ്ചിത്ത ഭ്രാന്തഴുമരേരാം നാവിക കയ്യരേ നീ കണ്ടാലാർക്കും കൃതക പതകം തന്നെയാണെന്നതല്ലാതുണ്ടാകൊല്ല മനമതിൽ മറിച്ചെണ്ണം അവണ്ണമായി മിണ്ടാതെ കണ്ടതിന് മുകളിൽ ചേർന്ന ചേണാർന്ന് നിന്നെ കൊണ്ടാടും കണ്ടിരുകരയിലും നോക്കി നിൽക്കുന്ന ലോകമെന്ന് 1967 ഗോപാലമാഷ് പഠിപ്പിച്ച നരേന്ദ്രമോദിക്ക് ഓർമ്മയുണ്ടോ? ഏതെങ്കിലും ഒരു മാഷ ഓർമ്മയുണ്ടോ? ആരെങ്കിലും പഠിപ്പിച്ചത് ഓർമ്മയുണ്ടോ? When a substance is immersed in a liquid suffers an apparent loss of weight which is equal to the weight of the water displaced by the body. ഇന്ന് കനകവല്ലി ടീച്ചർ 1969 പഠിപ്പിച്ച നരേന്ദ്രമോദിക്ക് ഓർമ്മയുണ്ടാവും. പഠിച്ചിട്ടില്ല, അതുകൊണ്ട് ഓർമ്മയില്ല. എന്നാൽ അത് പറഞ്ഞോണ്ട് ഞാൻ പഠിച്ചിട്ടില്ല, അത് എന്തിനാ പഠിക്കണം? മുഹമ്മദ് നബി പഠിച്ചിരുന്നു, ഈസാ നബി പഠിച്ചിരുന്നു, അങ്ങനെ പല ആൾക്കാരും പഠിച്ചിരുന്നു. അങ്ങനെ എത്രയോ പഠിക്കാത്ത ആൾക്കാർ പിന്നെ എന്തെല്ലാം പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഇതിന് ഔപചാരിക വിദ്യാഭ്യാസം ഒരു അത്യാവശ്യ കാര്യമാണോ? എന്തിനീ കളവ് പറയണം? മഹാത്മാഗാന്ധി നമ്മുടെ രാഷ്ട്രപിതാവ്, അദ്ദേഹമാണ് നമ്മുടെ രാഷ്ട്രപിതാവ്. മഹാത്മാഗാന്ധിയെപ്പോലെ ഒരാളെ പിതാവായി ലഭിച്ച നമ്മൾ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ്. മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിലേക്ക് എന്തിനു പോയി? ബാരിസ്റ്റർ പരീക്ഷ പാസ്സായി ഇംഗ്ലണ്ടിൽ നിന്ന് മടങ്ങി വന്ന ഉടനെ അദ്ദേഹത്തെ ദക്ഷിണാഫ്രിക്കയിലേക്ക് ജോഹന്നസ്ബർഗ്, ഡർബൻ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയത് ഗുജറാത്തിലെ ദാദാ അബ്ദുള്ള സേട്ടാണ്. ദാദാ അബ്ദുള്ള സേട്ട് എന്ന് പറയുന്ന മുസൽമാനെ അവിടുന്ന് ഒരു മുസ്ലിം വക്കീലിനെ കൊണ്ടുപോയിക്കൂടായിരുന്നോ? അന്ന് ഗാന്ധിജിയുടെ കാലത്ത് അന്നും അവർ കൊണ്ടുപോയത് മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയാണ്. അദ്ദേഹം അവിടെ പോയി ദക്ഷിണാഫ്രിക്കയിൽ പോയി കുറച്ച് കേസൊക്കെ നടത്തി. പിന്നെ അവിടുത്തെ സമരങ്ങളിലൊക്കെ പങ്കെടുത്ത് അവിടുന്ന് മുൻവരി പല്ലുകൾ 3 കാണിക്കയിട്ട് ബ്രിട്ടീഷുകാർ ട്രെയിനിൽ നിന്നെടുത്ത് വലിച്ചെറിഞ്ഞ് അവസാനം ഇന്ത്യയിൽ വന്ന് മഹാത്മാഗാന്ധി ഇന്ത്യയിൽ 1920കളിൽ എത്തി. ബാലഗംഗാധര തിലകൻ്റെ കൂടെ കൂടി അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് എടുത്തു ചാടുമ്പോൾ ആദ്യം ചെയ്ത പണി അദ്ദേഹം ഇന്ത്യക്കാരെ കണ്ടു. കോണകം മാത്രം എടുത്ത ഇന്ത്യക്കാർ, ഉടുക്കാൻ വസ്ത്രമില്ലാത്ത ഇന്ത്യക്കാർ, കൃഷിക്കാർ, ഭക്ഷണമില്ലാത്തവർ, വെള്ളമില്ലാത്തവർ, വീടില്ലാത്തവർ, അവരെപ്പോലെ ആകാനാണ് ഗാന്ധിജി ശ്രമിച്ചത്. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ സൂട്ടും കോട്ടൊക്കെ വലിച്ചെറിഞ്ഞു. ടൈൽ, സൂട്ടും കോട്ടും ബാരിസ്റ്റർ എന്നൊക്കെ ഉള്ളത് കളഞ്ഞിട്ട് ഒരു വെളുത്ത തുണി എടുത്തിട്ട്
തറ്റെടുത്ത് ഒരു വെളുത്ത തുണി കൊണ്ട് പുതച്ചു, ഉംറക്ക് പോണ മാതിരിയുള്ള വേഷം കെട്ടിയിട്ട് മൂപ്പരാണ് നാട്ടുകാരിയതാണ് ജനങ്ങളെ സേവിക്കാൻ. ഈ സാധു ഇയാളെന്തായിരുന്നു നരേന്ദ്രമോദി? ഇദ്ദേഹം പറയണത് ഇദ്ദേഹം ഏതൊരു റെയിൽവേ സ്റ്റേഷനിൽ ചായ കച്ചവടം നടത്തിയിരുന്നു. കച്ചവടമല്ല, ചായ പുറത്തേക്ക് കൊടുക്കുന്ന ബാർവാല എന്ന് പറയും, പുറത്തു പോയി വരുന്നവർ. അങ്ങനത്തെ ഉള്ളൊരു ബാഹർവാലയായിരുന്നു മൂപ്പരെന്നാണ് പറഞ്ഞത്. അപ്പോൾ അന്നത്തെ ഗുജറാത്തിൽ എത്രയോ കൊല്ലം മുമ്പ് ചായ കച്ചവടം ചെയ്യുമ്പോൾ ഒരു പാളത്താറെടുത്തിട്ടൊക്കെ അല്ലേ നടന്നിട്ടുണ്ടാവുക. രാഷ്ട്രീയത്തിലേക്ക് വന്നത് തരക്കെട്ടില്ലാന്ന് തോന്നിയപ്പോൾ മൂപ്പര ആദ്യം ചെയ്തത് മൂപ്പര ഉമ്ര വേഷങ്ങൾ അഴിച്ചു വെച്ചിട്ട് കോട്ടിട്ടാണ് ചെയ്തത്. 10 ലക്ഷത്തിൻ്റെ ഒരു കോട്ടൊക്കെ ഇട്ടിട്ട് വലിയ ഷൂട്ടും കോട്ടൊക്കെ. മഹാത്മാഗാന്ധി എന്താണോ അഴിച്ചിട്ടത് അത് ഇങ്ങേരെടുത്തിട്ട് ധരിച്ചു. അത് മഹാത്മാഗാന്ധി അഴിച്ചിട്ട് പഴയ സാധനമല്ല, 10 ലക്ഷം റുപ്യൻ്റെ കോട്ടാണ്. എന്നിട്ട് അതിൻ്റെ മേലെ മോദി 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 മോദി. അമേരിക്കയിലൊക്കെ പോകുമ്പോൾ കുട്ടികളുടെ ലൈറ്റുള്ള ഷൂസില്ല, അടിയിൽ കീന്ന് അറിഞ്ഞ് നടക്കുമ്പോൾ അങ്ങനത്തെ ഷൂസൊക്കെ ഇട്ടിട്ട് മനുഷ്യനെ പറയിപ്പിക്കാൻ വേണ്ടി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ഈ ചെല്ലുന്നിട്ട് ഒരു ശബ്ദം ഉണ്ടാക്കുന്ന ഷൂസും ഒക്കെ ഇട്ടിട്ട് 10 ലക്ഷത്തിൻ്റെ മോഡി നെയ്തിയ കൂട്ടിട്ട് ഇയാൾ നടക്കും. ഞാൻ ചോദിക്കട്ടെ, ഈ നടുവണ്ണൂർ ഗൾഫിലൊക്കെ പോയി വന്ന ഏതെങ്കിലും ഒരു അനീഫയോ ഒരു അമ്മദോ, ഇവിടെ അമ്മദന്മാരുടെ സ്ഥലമായിരിക്കുമല്ലോ, അപ്പോൾ ഏതെങ്കിലും ഒരു അമ്മദ് ഇച്ചിരി പൈസക്കാരനായിട്ട് ഓരോ സ്ഥലത്ത് ഓരോ പേരുണ്ട് അത് കേട്ടോ. അതുകൊണ്ട് അമ്മദ് കുറേ പൈസ ഒക്കെ ഉണ്ടായപ്പോൾ ഒരു 15 ലക്ഷത്തിൻ്റെ കോട്ടടിപ്പിച്ചിട്ട് അതിൻ്റെ പുറത്ത് അമ്മദ് എഴുതിയിട്ട് അങ്ങാടി കൂടി ഇങ്ങനെ പോയാലേ നിങ്ങളിങ്ങനെ കാണിച്ചു കൊടുക്കും. അമ്മദിനെ പറ്റിയുള്ള എല്ലാ ബഹുമാനം അതോടുകൂടി തീരില്ലേ, ആരെങ്കിലും ബഹുമാനിക്കുക. കാരണം അതൊരു എന്താ പറയുക, അതൊരു വല്ലാത്തൊരു ഈഗോ ആണല്ലോ, അതൊരു മനുഷ്യൻ സാധാരണ ചെയ്യണമല്ലോ. അതുകൊണ്ട് തന്നെ ഒരാളെ മനസ്സ് നമുക്ക് വിലയിരുത്താലോ. ഇയാൾ തന്നെ പറഞ്ഞതല്ലേ, കവട നോക്കിയിട്ട് ആരാണ് സമരം ചെയ്യണമെന്ന് മനസ്സിലാവും, വസ്ത്രം നോക്കിയാൽ മതിയെന്ന്. പെൺകുട്ടികളെ കണ്ടിട്ട് ഇയാളെ വസ്ത്രം നോക്കിയപ്പോൾ നമുക്ക് ഇയാളെ മനസ്സിലായി, സംശയമില്ല. നമുക്ക് മനസ്സിലായത് ഇദ്ദേഹത്തെയാണ്, ഇദ്ദേഹത്തിൻ്റെ കുപ്പായം കണ്ടാൽ നമുക്കറിയാം ഇയാൾ ആരാണ് അല്ലേ. വസ്ത്രം നോക്കിയിട്ട് മനസ്സിലായി എന്ന് പറഞ്ഞ് പ്രസംഗിച്ച ആളാണ് ആ നരേന്ദ്രമോദി. അദ്ദേഹം ഹിന്ദുക്കളുടെ നേതാവല്ല, ഒന്നുമില്ല. അദ്ദേഹത്തിന് അധികാരം വേണം, സമ്പത്ത് വേണം, അത് നിലനിർത്തണം. മുതലാളിമാരുടെ കൂടെയാണ്, മുഴുവൻ ആർത്തി പണ്ടാരങ്ങളാണ്, അധികാരമോഹികളാണ്. ഹൈന്ദവ സന്യാസിമാർ ഹൈന്ദവ മതം അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത് അല്ലേ. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം, എന്തുമാത്രം നല്ല രീതിയിലാണ് ഹൈന്ദവ സഹോദരന്മാരിവിടെ കുട്ടികളൊക്കെ പഠിപ്പിക്കുന്നത്. മുതുമുത്തശ്ശിമാർ എന്തൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത്, എന്തെല്ലാം നല്ല 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 കുട്ടികളല്ലേ കുടുംബങ്ങളിലൊക്കെ വളർന്നിരുന്നത്. നിങ്ങൾ എന്താ വിചാരിച്ച് ആ ഹൈന്ദവ സമുദായന്മാരുടെ വേദങ്ങൾ, ഉപനിഷത്തുകൾ, ഇതൊക്കെ ഭയങ്കര സംഭവങ്ങളല്ലേ, അതൊക്കെ ഇന്ത്യയുടെ അഭിമാനമല്ലേ. അപ്പോൾ ആ വേദമന്ത്രങ്ങളില്ലാണ്ടൊരു സംഗതി നടക്കുമോ, ഒരു ക്ഷേത്രം നടക്കുമോ? ഈ ക്ഷേത്രത്തിലൊക്കെ പോകുന്ന ആളുകൾ ഈ ലോകത്ത് തന്നെ ഈ വിശ്വാസികളല്ലേ മഹാഭൂരിപക്ഷം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ വിഷയം എന്ന് പറയുന്നത് ഒരു മുസ്ലിം വിഷയമായിട്ട് എടുക്കുകയേ ചെയ്യരുത്, മുസ്ലിം വിഷയമായിട്ട് എടുക്കുകയേ ചെയ്യരുത്. നമുക്കിതിൽ കമ്മ്യൂണിസ്റ്റ് ഇല്ല, കോൺഗ്രസ് ഇല്ല, ലീഗില്ല, ഒരു പാർട്ടിയും വ്യത്യാസമില്ല, ഹിന്ദു ഇല്ല, മുസ്ലിം ഇല്ല. ഈ വിഷയത്തിനോട് യോജിക്കുന്ന എല്ലാവരുമായിട്ട് ചേരണം. ഭാരതീയ ജനതാ പാർട്ടിയിൽ കുറച്ചാൾക്ക് തോന്നുകയാണ് ഈ നരേന്ദ്രമോദി ചെയ്തത് ശരിയല്ല എന്ന് തോന്നുന്ന ആളുണ്ടെങ്കിൽ അവരെയും കൂടി ഇതിൽ നിർത്തണം. അല്ലാതെ ആ നേരങ്ങൾ മറ്റേ അതൊന്നും പറഞ്ഞാൽ അസംബ്ലിയൊക്കെ വരുമ്പോൾ ഞങ്ങൾ ചിലപ്പോൾ CPM-കാരും ഞങ്ങളൊക്കെ രണ്ട് വർത്താനമൊക്കെ പറയും. അത് നിങ്ങൾ അങ്ങനെ പറഞ്ഞയച്ചതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് പറയണം. അതിൻ്റെ അർത്ഥം ഞങ്ങൾ ഈ പൗരാവകാശത്തിൻ്റെ വിഷയത്തിൽ ഒന്നല്ല എന്നല്ല, ഞങ്ങൾ ഈ പൗരത്വ വിഷയത്തിലും ഈ എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ ഒന്നുപോലെ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കും, യാതൊരു സംശയമില്ല. സോണിയാഗാന്ധി വിളിച്ചു കൂട്ടിയ യോഗത്തിൽ സീതാറാം യെച്ചൂരി ഉണ്ടായിരുന്നില്ലേ, രാജ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു, എല്ലാവരും വന്നിരുന്നു. 20 പാർട്ടികൾ വന്നിരുന്നു, 2-3 പാർട്ടികൾ വന്നില്ലെങ്കിലും അവർ നമുക്കെതിരല്ല. അവരുടേതായ രീതികളിൽ ഇതൊക്കെ നടത്തുന്നുണ്ട്, ഒരുമിച്ച് നടത്തുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. മമതാ ബാനർജി 3 ലക്ഷം ആളുകളെ പിന്നിൽ നിർത്തിയിട്ട് ഒരു സാധാരണ സാരി എടുത്ത് 27 കിലോമീറ്റർ പോയൊരു സ്ത്രീയാണ്. 27 കിലോമീറ്റർ യാതൊരു അന്തമില്ലാണ്ട്. മമതാ ബാനർജി എന്നൊക്കെ പറഞ്ഞാൽ തീപ്പൊരിയാണ്. അവരെപ്പോലുള്ള ആൾക്കാരല്ലേ നമുക്ക് വേണ്ടത്, ചില്ലറ ഏർപ്പെടാൻ. അവർ വേറെ സോണിയാഗാന്ധിൻ്റെ കൂടെ ഇരിക്കേണ്ട, ഒറ്റക്ക് നടത്തിക്കോട്ടെ, ഒരു കുഴപ്പമില്ലല്ലോ. എല്ലാവർക്കും ഒപ്പം ഒന്നിച്ച് നടത്താൻ പറ്റുമോ? ഒരാൾ വേറെ ശനിയാഴ്ച നടത്തിക്കോട്ടെ, വേറെ ആൾ വെള്ളിയാഴ്ച നടത്തിക്കോട്ടെ. പക്ഷേ കഴിയുന്നതും എല്ലാവരും ഒരുമിച്ച് നടത്തണം. ഇതിൽ വേറെ പാർട്ടിയെ പറ്റി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇതിൽ വേറെ ഒരു അഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവരും ഒന്ന് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ കുറച്ച് തർക്കങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി സലാം പറയാത്തവരൊക്കെ ഉണ്ട്. ആ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരോട് മാത്രമായിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെല്ലാവരെയും യോജിപ്പിക്കുന്നതിന് ഒരു നല്ല മധ്യസ്ഥനെ അള്ളാഹു ഇറക്കിയിട്ടുണ്ട്. അതാണ് നരേന്ദ്രമോദി എന്നാണ് അയാളുടെ പേര്. അതുകൊണ്ട് ഇപ്പോൾ സലാം ചെല്ലാത്തവരും ഇപ്പോൾ ഒരുമിച്ച് നിന്ന് നിസ്കരിക്കാത്തവരും ഇമാമായിട്ട് ഒരാളെ അംഗീകരിക്കാത്തവരും ഒരേ തടങ്കൽ പാളയത്തിൽ ഒരുമിച്ച് കിടക്കുന്ന ദിവസം നിങ്ങൾ ഒന്നാകും എന്നെനിക്ക് നല്ല വിശ്വാസമുണ്ട്. പിന്നെ നമ്മളെ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ചില ആൾക്കാർക്ക് കുറച്ച് ഇച്ചിരി കാശൊക്കെ ഉണ്ട് ഇവിടെ കേരളത്തിലാവുമ്പോഴേ. എല്ലാവർക്കും പട്ടിണിയൊന്നുമല്ല, എല്ലാവർക്കും വീടുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. എന്നാൽ മഹാഭൂരിപക്ഷത്തിനും അത്യാവശ്യം ജീവിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. നിങ്ങളെല്ലാ ഞായറാഴ്ചയും ശനിയാഴ്ചയും വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും ആർഭാടം നിറഞ്ഞ വലിയ കല്യാണങ്ങളും പരിപാടികളും കുഴിമന്തിയും ചിക്കൻ സാപ്സും
ചിക്കൻ ഷ്വാനും അതും ഇതും ജാങ്കിരിയും ജീങ്കിരിയും ഭയങ്കരമായിട്ടുള്ള ആർഭാടങ്ങളും. സ്വർണ്ണക്കടയിൽ 30,800 രൂപയാണ്. 30,800 അല്ല 3 ലക്ഷം ആയാലും എന്താ, അവിടെ മുഴുവൻ തിരക്കണ മുസ്ലിങ്ങളാണ്. എല്ലാ സ്വർണ്ണക്കടകളിലും ഇപ്പോൾ മുസ്ലിങ്ങൾ തിരക്കുക, എല്ലാ ടെക്സ്റ്റൈൽ ഷോപ്പുകളിലും മുസ്ലിങ്ങൾ തിരക്കുക, എല്ലാ കല്യാണങ്ങളും മഹാകല്യാണങ്ങളാണ്. എല്ലായിടത്തും അർമതിക്കാണ്, തിന്ന് മതിക്കാണ്. അള്ളാഹ് എന്ന് പറഞ്ഞ സാധനങ്ങളെ കൽബിന്ന് പോയിട്ട് ഒരുപാട് കാലമായി. അതിന് അള്ളാഹു ഇറക്കിയ ഒരു ശിക്ഷയാണെന്നും കൂടി മനസ്സിലാക്കിയാൽ മതി. വെറും നരേന്ദ്രമോദിനെ മാത്രം പറഞ്ഞിട്ട് സ്ഥലം വിടണ്ട. വെറും നരേന്ദ്രമോദിയുടെ മാത്രമല്ല, ഇതുപോലുള്ള സമുദായങ്ങളെ, അഹങ്കാരികളെ അള്ളാഹു നശിപ്പിച്ചിട്ടുണ്ട്. മുസ്ലിം കമ്മ്യൂണിറ്റി ചിന്തിക്കാത്തവരാണ് മഹാഭൂരിപക്ഷം. ഇതുപോലൊരു ബ്ലൈൻഡ്നെസ് ഉള്ളവർ വേണമെന്നില്ല. ഇങ്ങനെ ദുർവ്യയം ചെയ്യുന്നവർ വേറെ ആരുമില്ല. എവിടെയെങ്കിലും ഒന്ന് പോയി വന്ന് വിചാരിച്ച് ഇച്ചിരി പൈസ ഉണ്ടായാൽ അത് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ആകാശം മുട്ടി നിൽക്കുന്ന ബംഗ്ലാവ് ഉണ്ടാക്കുക, അവിടെ ഭയങ്കര സൗകര്യങ്ങൾ ഉണ്ടാക്കുക, കല്യാണം നടത്തിയിട്ട് എൻ്റെ കല്യാണം. ഞങ്ങളൊക്കെ MLA-മാരായതുകൊണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം. കാരണം ഈ കല്യാണത്തിന് നിർബന്ധമായിട്ട് ഞങ്ങൾ വിളിക്കുന്നത് ഞങ്ങളെടുത്ത കാറുള്ളതുകൊണ്ടാണ്. ഇപ്പോൾ ചില സ്ഥലത്ത് ഞാൻ പോയില്ല, കാറുണ്ട് അയച്ചു കൊടുക്കല്ല, അത് വന്നാലും മതിയല്ലോ. പിന്നെ ഓൽക്കതാണ് വേണ്ടത്, നമ്മൾ വേണമെന്നില്ല. അപ്പോൾ അതിൻ്റെ കാരണം ഈ കല്യാണങ്ങളൊക്കെ നടത്തിയിട്ട് ഇനി മരിച്ച വീട്ടിലെ സ്ഥിതി എന്താ മാഷേ? മരിച്ച വീട്ടിലെ സ്ഥിതി എന്താ വെച്ചാൽ, പഞ്ചായത്ത് ലീഗിൻ്റെ ഇവിടുത്തെ സെക്രട്ടറിൻ്റെ മരിച്ച വീട്ടിൽ ബാപ്പ മരിച്ചപ്പോൾ ഞാൻ പോയി, മറ്റേ സെക്രട്ടറിൻ്റെ പോയില്ല. എന്നിട്ട് ഓരോ തമ്മിലുള്ള തർക്കം എന്താ പറയുക, എൻ്റെ ബാപ്പ മരിച്ചപ്പോൾ MLA വന്നു, എൻ്റെ ബാപ്പ മരിച്ചപ്പോൾ വന്നില്ല. അതാണ് ബാപ്പ സാരില്ല, ബാപ്പ സാരില്ല, MLA വന്നോ MP വന്നോ എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരു തരം എന്താ പറയുക, നമ്മുടെ സമുദായം മറ്റുന്ന ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങളുടെ സ്ഥിതി ഇതല്ല, കഷ്ടമാണ്. നമ്മുടെ സ്ഥിതി നമുക്കുള്ളത് കൊണ്ട് നമ്മൾ എന്തൊക്കെയോ കളിക്കുകയാണ്. ഈ കളിയൊക്കെ അള്ളാഹു കാണുന്നുണ്ട്, നിങ്ങൾ വിസ്മരിക്കണ്ട. അതുപോലെ നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ രക്തം ദാനം ചെയ്യുന്നു, മുസ്ലിങ്ങളോ ഹിന്ദുക്കളോ ഒക്കെ തമ്മിൽ നമ്മൾ രക്തം ദാനം ചെയ്യുന്നു, ഹൃദയം ദാനം ചെയ്യുന്നു, കണ്ണ് ദാനം ചെയ്യുന്നു, കരൾ മുറിച്ചു കൊടുക്കുന്നു. ഇതൊക്കെയല്ലേ എല്ലാ ആശുപത്രികളിലും നടക്കണം. ഒരു ഉസ്താദ് ഏതോ ഒരു സ്ഥലത്ത് പോയി ഞാൻ പ്രസംഗിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഒരു മീറ്റിംഗ് ആക്കാൻ പോയപ്പോൾ ഒരു ഉസ്താദ് അവിടുന്ന് വലിയ ഉറക്കെ പറയുന്നുണ്ട്, ഇങ്ങനെ അവയവം ദാനം ശരിയല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മുമ്പ് പറയാൻ കാരണം, നമ്മളെ കൂട്ടത്തിൽപ്പെട്ടൊരു ലീഗുകാരനെ ഒരു MLA, ഞാനല്ല കേട്ടോ, ഏതോ ഒരു MLA ഒരു നേത്രദാന ക്യാമ്പിന് പോയപ്പോൾ അവിടെ കണ്ണ് ദാനം ചെയ്യുന്നതിന് വേണ്ടി ഫോറം പൂരിപ്പിച്ചു വാങ്ങി. അപ്പോൾ ഒരു ലീഗുകാരനായിട്ടുള്ള MLA ഒരു ഫോറം പൂരിപ്പിച്ചു കൊടുത്തു, അയാളെ കണ്ണ് ദാനം ചെയ്തു. സോ അത് നല്ല സത്യസന്ധനായിട്ടുള്ള മനുഷ്യനാണ്. അത് പിറ്റേ ദിവസം പത്രത്തിൽ വലിയ വെണ്ടക്കയിൽ MLA കണ്ണ് ദാനം ചെയ്തു പറഞ്ഞു. അതിനുശേഷം മൂപ്പർക്ക് കടന്നിറങ്ങായി ഉസ്താദുമാർ വിളിച്ചിട്ട്, അങ്ങനെ ദാനം ചെയ്യുക, അങ്ങനെ ദാനം ചെയ്യാൻ പാടുണ്ടോ, ഇസ്ലാമിൽ പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ കച്ചറ. അപ്പോൾ മൂപ്പരെന്നെ വിളിച്ചു, എന്ത് ചോദിച്ചു, ഇങ്ങനെ എല്ലാ ശല്യം ഉണ്ടല്ലോ പറഞ്ഞു. ആ ശല്യമൊക്കെ മരിച്ചതിന് ശേഷമല്ലേ, അപ്പോൾ പിന്നെ കുട്ടികൾ തീരുമാനിച്ചോളൂ, നിങ്ങൾ ഉണ്ടാത്തിരുന്നില്ല പറഞ്ഞു, മറുപടി പറഞ്ഞിട്ടാണ്. അപ്പോൾ ആ ഉസ്താദ് അതൊക്കെ മനസ്സിലാക്കിയിട്ട് പ്രസംഗിക്കുകയാണ്, അവയവം ദാനം ചെയ്യാൻ പാടില്ല. ഞാൻ നിങ്ങൾ മൂപ്പരിരിക്കണമാതിരി ഇങ്ങനെ മുമ്പിലിരിക്കുന്നുണ്ട്. ഇറങ്ങി വന്നപ്പോൾ മൂപ്പരോട് ഞാൻ പറഞ്ഞു, ഉസ്താദെ പോയില്ല പറഞ്ഞു. എന്ത് ചോദിച്ചു, നിങ്ങളെ കിഡ്നി പോകാതെ നോക്കിക്കൊള്ളണം എന്ന് പറഞ്ഞു. എന്ത് ചോദിച്ചു, പോയാൽ ഇനി ഏതാ കിട്ടുക നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ മാറ്റി വെക്കണമെങ്കിൽ ഏതാ കിട്ടുകയെന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെയൊന്നും പറയരുത്, അങ്ങനെയൊന്നും ഒരു വിഷയമാക്കരുത്. ഇതൊക്കെ മനുഷ്യർ പരസ്പരം കൊടുത്തും സഹായിച്ചും മാത്രമേ നിലനിൽക്കുള്ളൂ, ഇല്ലേ? രക്തം ദാനം ചെയ്യുമ്പോൾ ഞാൻ തന്നെ എനിക്ക് നല്ല പരിചയമുള്ള സംഗതിയാണ്. രക്തദാനത്തിനിപ്പോൾ ഒരു 10-30 ഹിന്ദുക്കളുടെ രക്തം ഒരു മുസ്ലിം രോഗിയുടെ ശരീരത്തിൽ കയറ്റിയാൽ ആ കയറ്റപ്പെട്ട രോഗി പിറ്റേന്ന് എണീറ്റിട്ട് അമ്പലത്തിൽ പോവുമോ അതോ പള്ളിയിൽ പോവുമോ? രക്തം മറ്റൊന്നല്ലേ. ഒരു വിജേഷ് എന്ന് പറയുന്ന ഒരു ഹിന്ദു ചെറുപ്പക്കാരന് മസ്തിഷ്ക മരണം സംഭവിച്ചിട്ട് അവൻ്റെ വീട്ടുകാർ അവൻ്റെ രക്തം ദാനം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു, അല്ല ഹാർട്ട് ദാനം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ ഒരു ശംസുദ്ദീൻ എന്ന് പറഞ്ഞ ഒരാൾക്കാണ് ഹാർട്ട് വേണ്ടിയിരുന്നത്. അത് ശംസുദ്ദീൻ്റെ തൊറാസിക് ക്യാവിറ്റി തുറന്ന് ഒരു കാർഡിയോ തൊറാസിക് സർജൻ, ഇറ്റ് ഹാസ് ബീൻ പ്ലാന്റഡ് ഇൻസൈഡ് ദ തൊറാസിക് ക്യാവിറ്റി ഓഫ് ശംസുദ്ദീൻ. ഹൃദയം ആരുടെയാണ്? വിജേഷിൻ്റെയാണ്. 4 മാസം കഴിയുമ്പോൾ സൂക്കടൊക്കെ മാറിയപ്പോൾ വെള്ളിയാഴ്ച ജുമാക്ക് ഇങ്ങനെ സെഫിൽ പോയി നിൽക്കുമ്പോൾ പള്ളിയിൽ നിന്ന് മഹാസിരിൽ മുസ്ലിമീന റഹ്മക്കുമുല്ലാഹ് അൽ ജുമാഅത്തു വൽ ഫുഖറാഇ വൽ മസാകീൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിളി വരികയാണ്. അപ്പോൾ ഇവൻ്റെ ഹാർട്ട് ഓം ഓം, കാരണം അത് വിജേഷിൻ്റെ ഹാർട്ടാണോ അല്ലേ? അങ്ങനെ അടിക്കുമോ? അതോ സാധാരണ ഹാർട്ടിനുള്ള ഒച്ചയിൽ അടിക്കുമോ? എന്തെങ്ങൾ പറഞ്ഞത്? മനുഷ്യൻ വേറെ, ദൈവത്തിൽ നിങ്ങൾക്ക് വിശ്വസിക്കാം. നിങ്ങൾ ഇസ്ലാമാക്, നിങ്ങൾ ഹിന്ദു ആക്, നിങ്ങൾ ക്രിസ്ത്യാനിയാക്, എന്തോ ആവ്, നല്ലവനായി തീരൂ എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. നല്ലവനായി തീരും. ഞാൻ ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചൊക്കെ ധാരാളമായി പ്രസംഗിക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരിൽ ചിലരോട് ഞാൻ ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ട്, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ പുസ്തകത്തിൻ്റെ ഒരു കവർ പേജ് പോലും കാണാത്തവരുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് എല്ലാവരും ഭരണഘടനയും അതിൻ്റെ പ്രിയാമ്പിളും ആമുഖവും വകുപ്പ് 14, 5 മുതൽ 11, 21 ഒക്കെ മനസ്സിലാക്കിയത് വളരെ സന്തോഷകരമായൊരു കാര്യമാണ്. ഈ ഭരണഘടന നിർമ്മാണ സഭയിൽ
ഈ ഭരണഘടന ദൈവനാമത്തിൽ ആരംഭിക്കണം എന്നാവശ്യപ്പെട്ടവരുണ്ടായിരുന്നു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ പോലുള്ള ആളുകൾ പറഞ്ഞു, ദൈവനാമത്തിൽ ആരംഭിച്ചാൽ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു എന്ന് പറയാൻ നിയമസഭാ സാമാജികർക്കും പാർലമെൻറ്റ് മെമ്പർമാർക്കും വിശ്വാസമില്ലാത്തവർക്കും സ്വാതന്ത്ര്യം നഷ്ടപ്പെടും. എല്ലാവരുടെയും സ്വാതന്ത്ര്യം സംരക്ഷിക്കുവാൻ ജനങ്ങളുടെ പേരിൽ ആരംഭിച്ചതാണ് വി ദ പീപ്പിൾ എന്ന് പറയാൻ കാരണം. അയർലൻഡിൻ്റെ മോഡലാണ്. ഇന്ത്യ രാജ്യത്തിൻ്റെ പേര് ഹിന്ദുസ്ഥാൻ എന്നാക്കണമെന്ന് വാദിച്ച എച്ച്.വി. കാമത്തും പി.സി. ദേശ്മുഖും ബ്രജേഷ് പ്രസാദും ഒക്കെ ഉണ്ടായിരുന്നു. ഹിന്ദുസ്ഥാൻ എന്ന് പേരിടണം ഇന്ത്യക്ക് എന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് എന്നാണ് ഭരണഘടന പറയുന്നത്. ഹിന്ദുസ്ഥാൻ എന്ന് എടുത്തില്ല. അതാവശ്യപ്പെട്ട ദേശ്മുഖൊക്കെ വിചാരിച്ചത് ഹിന്ദുസ്ഥാൻ എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യ ശരിക്കുള്ള ഇന്ത്യ ആവുള്ളൂ. അപ്പോൾ കിർഗിസ്ഥാൻ, താജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താ പിന്നെ? അപ്പോൾ ഈ സ്ഥാൻ എന്നൊന്നും പറഞ്ഞാൽ ഒരു ഇന്ത്യനല്ല, അതൊരു പേർഷ്യനാണ്. അതുകൊണ്ടാണ് സോവിയറ്റ് യൂണിയനിൽ നിന്ന് പിരിഞ്ഞു പോയ പല രാഷ്ട്രങ്ങൾക്കും കിർഗിസ്ഥാൻ, താജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, കസാക്കിസ്ഥാൻ അതുപോലൊരു ഹിന്ദുസ്ഥാനേ ആവുള്ളൂ. അതുകൊണ്ട് ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് എന്നായി. ഈ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഡോക്ടർ ഭീംറാവ് അംബേദ്കർ എഴുതിയുണ്ടാക്കിയ എല്ലാ കാര്യങ്ങളും വന്നിരുന്നെങ്കിൽ കൂടുതൽ മികച്ച ഒരു ഭരണഘടന ഉണ്ടാകുമായിരുന്നു. വളരെ വലിയ ചർച്ചകൾക്ക് ശേഷം ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ഭരണഘടന തന്നെ ഏറ്റവും മികച്ചതാണ്, ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ചതാണ്. ഒരുപാട് അവകാശങ്ങളുണ്ട്. നീതി നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണെന്നാണ് ഭരണഘടന പറയുന്നത്. എല്ലാവരും തുല്യരാണെന്ന് പറഞ്ഞാൽ എല്ലാ ഇന്ത്യക്കാരും ഇന്ത്യൻ പൗരന്മാരും എന്നല്ല അർത്ഥം. ഇന്ന് നടുവണ്ണൂരിലൊരു ഇംഗ്ലീഷുകാരി വിനോദസഞ്ചാര ആവശ്യത്തിന് വന്ന് അവരുടെ പണമോ എന്തെങ്കിലും ആരെങ്കിലും പോക്കറ്റ് അടിച്ചാൽ അവർക്കും ഇവിടുത്തെ നിയമം നീതി നൽകും. അവർ ഇന്ത്യക്കാരി അല്ലെങ്കിലും എല്ലാവർക്കും നീതി നൽകുന്ന ഭരണഘടനയാണ്. ഇതൊന്നും അറിയാത്തവരാണ് രാജ്യം ഭരിക്കുന്നതെന്നുള്ള തെറ്റിദ്ധാരണയൊന്നും വേണ്ട. അവർക്ക് ദേനോ ഇന്ത്യൻ ഭരണഘടന എന്താണെന്ന് അറിയാവുന്നത് കൊണ്ടാണ് അത് മാറ്റണം എന്നവർ പറയാൻ കാരണം. അറിയാത്തത് കൊണ്ടല്ല. ഈ പറഞ്ഞ സെക്യുലർ എന്ന പദം ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി ചേർത്തത് ശ്രീമതി ഗാന്ധിയാണ്. 1976 മറ്റോ കൊണ്ടുവന്ന 42ാമത് ഭരണഘടനാ ഭേദഗതിയിലാണ് സെക്യുലർ എന്ന പദം ചേർത്തത്. അതിനു മുമ്പേ ഭരണഘടന സെക്യുലറാണ്. പക്ഷേ പ്രീആമ്പിളിൽ ഈ പദം തന്നെ വന്നത് 42ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. നമ്മുടെ ഭരണഘടന 1949 നവംബർ 26 പൂർത്തീകരിക്കപ്പെട്ടുവെങ്കിലും 50 ജനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക് ആയത്. നാം ഇതൊക്കെ ആക്സെപ്റ്റ് ചെയ്ത് ആ പ്രവൃത്തി പൂർത്തീകരിച്ചത്. നമ്മളെല്ലാം മതേതരവാദികളായി തീർന്നത് ഈ ഭരണഘടന വന്നതിൻ്റെ പിറ്റേ ദിവസം മുതലല്ല. നമ്മളെല്ലാം മതേതരവാദികളായതുകൊണ്ടാണ് ഇങ്ങനൊരു ഭരണഘടന വന്നത്. 1947 ഇന്ത്യ വെട്ടിമുറിച്ച് വേറൊരു പാകിസ്ഥാൻ ഉണ്ടായി. ഹിന്ദു മഹാസഭക്കാരും ബ്രിട്ടീഷുകാരും ഒക്കെ തമ്മിൽ ഗൂഢാലോചന നടത്തിയൊക്കെ ഉണ്ടാക്കിയതാണത്. ആ ഇന്ത്യ പാകിസ്ഥാനായി വെട്ടിമുറിച്ചത് തെറ്റായ ഒരു നടപടിയായിരുന്നു. മതരാഷ്ട്രമുണ്ടാക്കിയത് തെറ്റായ ഒരു നടപടിയായിരുന്നു. ആ മതരാഷ്ട്രമായി പാകിസ്ഥാൻ മാറിക്കഴിഞ്ഞതിന് ശേഷവും നമ്മുടെ ഭരണഘടന ചർച്ചകൾ നടക്കുകയായിരുന്നു. നിങ്ങൾ മതം അടിസ്ഥാനത്തിലാണ് ആളുകളെ എണ്ണുന്നതെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അസംബ്ലിയിൽ കൂടുതൽ ഹിന്ദുക്കളായിരുന്നു. പാകിസ്ഥാൻ എന്ന് പറഞ്ഞൊരു രാജ്യം വെട്ടിമുറിച്ച് ഇന്ത്യയിൽ നിന്ന് പുറത്തുപോയി അതൊരു മതരാഷ്ട്രമായി തീർന്നപ്പോഴും അതിനുശേഷവും ഇന്ത്യൻ ഭരണഘടന നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഭരണഘടനാ അസംബ്ലിയിൽ മതപരമായി നോക്കിയാൽ ഹിന്ദുക്കൾക്ക് ഭൂരിപക്ഷം ഉണ്ടായിട്ട് അവർക്ക് അന്ന് തന്നെ ഇതൊരു ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കാമായിരുന്നു. അങ്ങനെ ചെയ്തില്ല. അവരോടുള്ള ബഹുമാനം ജീവിച്ചിരിക്കുന്ന കാലത്തോളം നമുക്ക് നഷ്ടമാകാൻ പാടില്ല. ഒരു നിസ്സാരമായ കാര്യമല്ല. ഇന്ത്യയിൽ 79.8% ഹിന്ദുക്കളാണ്. 13.47% മുസ്ലിങ്ങളാണ്. 2.6% ക്രൈസ്തവരാണ്. 1.2% ബുദ്ധമതസ്ഥരാണ്. 1% താഴെ ജൈനരാണ്. ഇത് 2011 കണക്കാണ്. കുറച്ച് കൂടി കാണും, വ്യത്യാസപ്പെട്ട് കാണും.
ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സഹോദരന്മാർ കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് ഇന്ത്യയുടെ ജനാധിപത്യവും മതേതരത്വവും കാത്തു സൂക്ഷിച്ചത്. ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾ തീരുമാനിച്ചാൽ ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമായി നിലനിൽക്കും. അവർ തീരുമാനിച്ചാൽ ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമായി തുടരും. മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും അവരുടെ കൂടെ കൂടാനും പിന്തുണ കൊടുക്കാനും മാത്രമേ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഇതൊരു മുസ്ലിം പ്രശ്നമായിട്ട് ആരും തെറ്റിദ്ധരിക്കരുത്. ദിസ് ഈസ് നോട്ട് എ മുസ്ലിം ക്വസ്റ്റ്യൻ. ഗൗരി ലങ്കേഷ് വാസ് ഷോട്ട് ഡെഡ്. ഷീ വാസ് നോട്ട് എ മുസ്ലിം. ദാബോൽക്കർ വാസ് കിൽഡ്. ഹി വാസ് നോട്ട് എ മുസ്ലിം. M.M. Kalburgi was killed. He was not a Muslim. Govinda Pansare was killed. He was not a Muslim. പെരുമാൾ മുരുകൻ എന്ന് പറയുന്ന എഴുത്തുകാരനെ എഴുത്ത് നിർത്തേണ്ടി വന്നു. അദ്ദേഹം ഒരു മുസ്ലിം അല്ല, മരിച്ചിട്ടില്ല. ഇന്നോ ഇന്നലെയുമായിട്ട് എത്രയോ ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ ഈ വിഷയത്തിൽ ജനാധിപത്യത്തിന് വേണ്ടി, മതേതരത്വത്തിന് വേണ്ടി, ഭരണഘടനാ സംരക്ഷണത്തിന് വേണ്ടി ധീരോദാത്തമായ പോരാട്ടം നടത്തുന്ന അനേകായിരം ആളുകൾ മുസ്ലിങ്ങളല്ല. I.C. ഘോഷ് എന്ന് പറയുന്ന ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ പെൺകുട്ടി തലപൊട്ടി തകർന്ന് ഇപ്പോൾ ഒരുപാട് കേസുകളിൽ പ്രതിയായി. അവരുടെ ഹോസ്റ്റലിൽ കയറി RSSകാർ അടിച്ച് പരിക്കേൽപ്പിച്ചിട്ട് അവർ കേസിൽ പ്രതിയാണ്. അവർ മുസ്ലിമല്ല. സഞ്ജീവ് ഭട്ട് എത്രയോ വർഷങ്ങളായി ജയിലിൽ കിടക്കുകയാണ്. സഞ്ജീവ് ഭട്ട് എന്ന് പറയുന്ന IPS ഓഫീസർ ചെയ്ത തെറ്റെന്താ? അദ്ദേഹം ഗുജറാത്തിലെ നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അവിടെ ഗുജറാത്ത് കലാപം ഉണ്ടായി. 3000 ന്യൂനപക്ഷക്കാരായ ആളുകൾ മരണപ്പെട്ടു. അല്ലാത്തവരും കുറച്ച് മരിച്ചിട്ടുണ്ട്. ഗോദ്ര സംഭവത്തിൽ തീവണ്ടിക്ക് തീ പിടിപ്പിച്ചതും ആളുകളെ കൊന്നതും മുസ്ലിങ്ങളൊന്നും ആയിരുന്നില്ല. അതിൻ്റെ പിന്നിൽ ഫാഷിസ്റ്റ് ഗൂഢാലോചനയുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഒരു കലാപമുണ്ടാക്കി ന്യൂനപക്ഷത്തെ ഭയപ്പെടുത്താൻ തീരുമാനിച്ചപ്പോൾ മുഖ്യമന്ത്രി തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വിളിച്ച് പറഞ്ഞു, ഹിന്ദുക്കൾ കുറച്ച് ധാർമ്മിക രോഷത്തിലാണ്. അവർ ചിലപ്പോൾ ചിലതൊക്കെ ചെയ്തു എന്ന് വരും. ബന്ധും ഹർത്താലും ആക്രമമൊക്കെ ഉണ്ടാവും. പോലീസ് അവരുടെ കൂടെ പോകരുത്, അവരെ സഹായിക്കരുത്. അതവർ ഇഷ്ടം പോലെ ചെയ്തോട്ട് അതിന് ഒഴിഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞു. നരേന്ദ്രമോദി ഇത് പറഞ്ഞത് കേട്ട സഞ്ജീവ് ഭട്ട് ആ ഗുജറാത്ത് കലാപം 2002 കലാപത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട നാനാവധി കമ്മീഷൻ്റെ മുമ്പാകെ പോയിട്ട് തെളിവ് കൊടുത്തു. ഇങ്ങനെ മുഖ്യമന്ത്രി പറഞ്ഞു വന്നു, പോലീസിനോട് ആക്ട് ചെയ്യേണ്ടെന്ന് പറഞ്ഞു. അഫിഡവിറ്റ് എഴുതി കൊടുത്തു. അത് വന്നപ്പോൾ നരേന്ദ്രമോദിയും അമിത്ഷായും ചേർന്ന് സഞ്ജീവ് ഭട്ടിനെ 30 വർഷം മുമ്പ് നടന്ന ഏതോ ഒരു കസ്റ്റഡി മരണത്തിൻ്റെ പേരിൽ ജയിലിലാക്കി. അദ്ദേഹം വന്ന് കസ്റ്റഡിയിൽ ആരെയും എടുത്തിട്ടില്ല, കസ്റ്റഡിയിൽ മരിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യ ശ്വേതാ ഭട്ടും അദ്ദേഹത്തിൻ്റെ മകൾ ആകാശി ഭട്ടും മകനും ഒക്കെ ഇവിടെ നിരന്തരമായി നടന്നു പറയുന്നു, ജനാധിപത്യം വേണം, ഭരണഘടന സംരക്ഷിക്കപ്പെടണം. അവരാരും മുസ്ലിങ്ങളല്ല. ഡൽഹി ജുമാ മസ്ജിദിലെ ഇമാം പൗരത്വ ബില്ലിന് അനുകൂലമായി നരേന്ദ്രമോദിക്ക് വേണ്ടി അടുത്ത കാലത്ത് സംസാരിച്ചു. ഡൽഹി ഇമാം എന്നൊക്കെ പറഞ്ഞാൽ ഫുലൂസിൻ്റെ ഇമാമാണ്. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ അത്രയേ ഉള്ളൂ ഇസ്ലാമൊക്കെ മൂപ്പർക്ക്. ആ ഡൽഹി ഇമാം അത് പറഞ്ഞപ്പോൾ അവിടുത്തെ ആയിരക്കണക്കിന് ആളുകൾ, മുസ്ലിങ്ങൾ, ഡൽഹി പാഹഡ്ഗഞ്ചിലെ പഴയ ഡൽഹിയിലെ ജമാ മസ്ജിദിൽ തടിച്ചുകൂടി മഗ്‌രിബ് നമസ്കാരത്തിന് വന്ന ആളുകളായിരുന്നു. ആ ആളുകളുടെ ഇടയിലേക്ക് കടന്നു വന്നത് ഭീം ആർമിയുടെ നേതാവ് ചന്ദ്രശേഖർ ആസാദാണ്. ചന്ദ്രശേഖർ ആസാദ് ആ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആയിരക്കണക്കിന് ആളുകൾക്ക് ആവേശം കൊടുത്ത് അവരുടെ മുമ്പിൽ നിന്ന്, എൻ്റെ ജീവനുള്ള കാലത്തോളം ഭരണഘടന അട്ടിമറിക്കാൻ ഞാൻ അനുവദിക്കില്ല, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ മുസ്ലിങ്ങൾ ഇമാം ഇരിക്കുന്ന മുറിയിൽ കയറിയിട്ട് അയാളോട് പറഞ്ഞു, നിങ്ങൾ പോ, ഞങ്ങൾക്ക് ഇദ്ദേഹമാണ് പുതിയ ഇമാം എന്ന് പറഞ്ഞു. ചന്ദ്രശേഖർ ആസാദിനെ ചൂണ്ടിക്കാണിച്ചു. അള്ളാഹു മനുഷ്യൻ്റെ ഹൃദയങ്ങളിലേക്കാണ് നോക്കുന്നത്, പ്രവൃത്തിയിലാണ് അത് കാണേണ്ടത്. ഡൽഹി ഇമാമാണോ മുസൽമാൻ, അതോ ചന്ദ്രശേഖർ ആസാദിനാണോ അള്ളാഹു പ്രതിഫലം കൊടുക്കുക എന്ന് നിങ്ങൾ ആലോചിക്കണം അല്ലേ? ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ശിഷ്യൻ സഹോദരൻ അയ്യപ്പൻ ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട എന്ന് പറഞ്ഞ് നടന്നപ്പോൾ ഗുരു ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യനെ എന്ന് പറയാണ്. ശിഷ്യൻ പറയുന്നത് ദൈവം വേണ്ട, മതം വേണ്ട, ജാതി വേണ്ട, മനുഷ്യന് ദൈവമൊന്നുമില്ല എന്നാണ്. അപ്പോൾ അനുയായികൾ, മറ്റാളുകൾ പരാതി പറഞ്ഞപ്പോൾ ഗുരു പറഞ്ഞത്, അയ്യപ്പൻ അങ്ങനെയൊക്കെ പറഞ്ഞോട്ടെ, പക്ഷെ അവൻ്റെ പ്രവൃത്തിയിൽ ദൈവമുണ്ട് എന്നാണ്. അപ്പോൾ പ്രവൃത്തിയിലാണ് ദൈവത്തെ കാണിച്ചു കൊടുക്കേണ്ടത്. അതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. മഹാത്മാഗാന്ധി പറഞ്ഞത് ഞാൻ നല്ലൊരു ഹിന്ദുവാണെന്നാണ്. അവിടെ വെച്ച് അദ്ദേഹം നിർത്തിയിരുന്നെങ്കിൽ നമുക്ക് സംശയം തോന്നും, എന്താ ഇദ്ദേഹം ഇങ്ങനെ പറയണമെന്ന്. നിർത്തിയില്ല. മഹാത്മാഗാന്ധി പറഞ്ഞത് ഞാൻ നല്ലൊരു ഹിന്ദുവാണ്, അതുകൊണ്ട് തന്നെ ഞാൻ നല്ലൊരു മുസൽമാനും നല്ലൊരു ക്രൈസ്തവനുമാകുന്നു എന്നാണ്.
ഒരാൾ നല്ല ഹിന്ദു ആയാൽ ഈസ് ഈക്വൽ ടു എ മുസൽമാൻ, ഒരാൾ നല്ല മുസ്ലിം ആയാൽ ഈക്വൽ ടു എ ഹിന്ദു, ഒരാൾ നല്ല ക്രിസ്ത്യാനി ആയാൽ ഈസ് ഈക്വൽ ടു ബോത്ത് അതർ റിലിജൻസ്. അങ്ങനെ നല്ല മനുഷ്യരായി തീരാൻ നല്ല മുസ്ലിങ്ങളാവുക, നല്ല ക്രിസ്ത്യാനികളാവുക, നല്ല ഹിന്ദുക്കളാവുക. അങ്ങനെ നമ്മുടെ രാജ്യത്ത് ഒരുപാട് പേര് ജാമിയ മില്ലിയ സർവകലാശാലയിലെ വിദ്യാർത്ഥിനികൾ നിങ്ങൾ കണ്ടില്ലേ? ഹിജാബുധാരികളായിട്ടുള്ള പെൺകുട്ടികൾ നല്ല ഒന്നാം തരം ഹിന്ദിയിലും ഇംഗ്ലീഷിലും അതിശക്തമായി പോലീസുകാരനോട് ഏറ്റുമുട്ടുന്നതും അവരോട് സംസാരിക്കുന്നതും നെഞ്ചിലേക്ക് വെടിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നതൊക്കെ കണ്ടില്ലേ? പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുത്തതിൻ്റെ ഫലമാണത്. കണ്ടോ? കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് മനസ്സിലായില്ലേ? നമ്മളെക്കാൾ ഉശിരായിട്ട് അവരല്ലേ ആദ്യം ഇറങ്ങിയത്? അലിഗർ മുസ്ലിം സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ ഇറങ്ങിയില്ലേ? ഇറങ്ങിയതൊക്കെ മുസ്ലിങ്ങളാണോ? എല്ലാവരും ഉണ്ട്. ബനാറസ് ഹിന്ദു സർവകലാശാലയിലെ കുട്ടികൾ ഇറങ്ങിയില്ലേ? മദ്രാസിലെ IIT-യിൽ പഠിക്കുന്ന കുട്ടികൾ ഇറങ്ങിയെന്ന് മാത്രമല്ല, ആ കൂട്ടത്തിൽ വിദേശിയായ ജർമ്മൻകാർ വരെ ഉണ്ടായിരുന്നു. ജർമ്മനിക്കാരനായ ഒരു കുട്ടി ഇവിടെ ഇതിനെതിരായി ഭരണഘടനാ സംരക്ഷണത്തിന് ഇറങ്ങി ഇവിടുന്ന് നാട് കടത്തപ്പെട്ടു. അവൻ്റെ പഠനം പോയി. നിങ്ങൾക്കും എനിക്കും വേണ്ടി എന്തിനാണ് ഒരു ജർമ്മനിക്കാരൻ വിദ്യാർത്ഥി അവൻ്റെ പഠനം കളയുന്നത്? അവൻ മുസ്ലിമാണോ? അവൻ ഇസ്ലാം മത വിശ്വാസിയാണോ? അങ്ങനെ ഇത് മുസ്ലിങ്ങളുടെ ഒരു പ്രശ്നമല്ല. എത്രയെത്ര ചെറുപ്പക്കാരികൾ, യുവതികൾ, യുവാക്കന്മാർ, വിദ്യാർത്ഥികൾ സകല സർവകലാശാലകളിലും, ബംഗാളിലെ ജാദവ്പൂർ സർവകലാശാലയിൽ ഉൾപ്പെടെ എല്ലായിടത്തും സമരവും പ്രക്ഷോഭവുമായി തെരുവീതികളിലാണ്. അവരൊന്നും ആരെയും ഭയപ്പെടുന്നില്ല, അവർക്കൊന്നും ആരെയും ഭയമില്ല. പണ്ടത്തെ പോലെയുള്ള ആളുകൾക്ക് വിവരമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, അറിവുണ്ട്. ഭരണഘടനയും ഒക്കെ സംരക്ഷിക്കപ്പെടേണ്ടതാണ്. ഇന്ത്യ മതേതര രാജ്യമായി തുടരേണ്ടതാണെന്നുള്ള കാര്യം നിശ്ചിതമാണ്. അതുകൊണ്ട് ഞാൻ ഇതൊരു മുസ്ലിം ക്വസ്റ്റ്യൻ അല്ല എന്ന് പറയാൻ കാരണം, ഇത് ഇന്ത്യയിലെ മുസൽമാന്മാരും ക്രൈസ്തവരും ഒക്കെ മഹാഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സമുദായക്കാരെ ഇതിൻ്റെ പേര് പറഞ്ഞ് അപ്പുറത്തേക്കാക്കരുത്. അവരൊന്നും BJP-ക്കാരല്ല. ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളൊന്നും BJP-ക്കാരല്ല. BJP ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. ആ രാഷ്ട്രീയ നിലപാടിനെയാണ് നമ്മൾ എതിർക്കുന്നത്. അവരുടെ ഫാഷിസ്റ്റ് മനോഭാവത്തെയാണ് നമ്മൾ എതിർക്കുന്നത്. ഏകാധിപത്യത്തെയാണ് നമ്മൾ എതിർക്കുന്നത്. ആ വലതുപക്ഷ സ്വഭാവത്തെയാണ് നമ്മൾ എതിർക്കുന്നത്. അല്ലാതെ ഹൈന്ദവ സഹോദരന്മാരെ അല്ല. അവരാരും കുറ്റക്കാരല്ല. ഹൈന്ദവ സഹോദരന്മാരിൽ ഇപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിക്ക് കിട്ടിയത് 37% വോട്ടാണ്. 63% ആളുകൾ പുറത്താണ്. അപ്പോൾ നമ്മളാണ് ഭൂരിപക്ഷം, പുറത്തുള്ളവരാണ് ഭൂരിപക്ഷം. അവർക്ക് 37% വോട്ട് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഈ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ അവരെന്ത് തീരുമാനിച്ചാലും സ്വീകരിക്കുമെന്ന ജനാധിപത്യ ഒന്നും ശരിയായ ജനാധിപത്യ ധാരണകളല്ല. ഞാൻ ജനാധിപത്യത്തെ തന്നെ ഭയപ്പെടുന്ന ഒരാളാണ്. ബിക്കോസ് ജനാധിപത്യത്തെ ഞാൻ ഭയപ്പെടാൻ കാരണം ജനാധിപത്യത്തിലൂടെ ഏകാധിപത്യത്തിലേക്ക് ഒരു വഴിയുള്ളത് കൊണ്ടാണ്. ഹിറ്റ്ലർ അധികാരത്തിൽ വന്നതും ആളുകൾ വോട്ട് ചെയ്തിട്ടാണ്. നരേന്ദ്രമോദിയെയും നമ്മളെ സാധാരണക്കാരായ ആളുകൾ, ദളിതർ, പിന്നാക്കക്കാർ, പട്ടികജാതിക്കാർ, പട്ടികവർഗക്കാർ, മുസ്ലിങ്ങൾ അവരെല്ലാം ചേർന്ന് ജയിപ്പിച്ചിട്ടാണ് നരേന്ദ്രമോദി വന്നത്. അപ്പം ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ശരിയാണെന്ന് വിചാരിക്കരുത്. ഒരു 15 പേരുള്ള KMCC കമ്മിറ്റി യോഗം കൂടിയിട്ട് സാജിദ് കോറോത്തിനെ കൊല്ലാൻ 14 പേര് ഭൂരിപക്ഷത്തോടു കൂടി തീരുമാനിച്ചാൽ ജനാധിപത്യമാണ്, മരിച്ചു കൊള്ളട്ടെ എന്നാണോ അതിൻ്റെ അർത്ഥം? 14 പേരുടെ ഭൂരിപക്ഷമുണ്ട്, 15ാമത്തെ ആളെ കൊല്ലാനെങ്കിൽ കൊല്ലാൻ പാടുണ്ടോ? അപ്പോൾ ഡെമോക്രസി എന്ന് പറഞ്ഞാൽ കേവല ഭൂരിപക്ഷമല്ല. അതിൻ്റെ പിന്നിൽ എന്തുണ്ട്? അതിൻ്റെ പിന്നിൽ ഒരു നീതിബോധം ഉണ്ടാകണം. അപ്പോഴേ ഡെമോക്രസി ആവുള്ളൂ. വെറുതെ ഈ ജനാധിപത്യ വിശ്വാസികളെ എന്നാണ് നമ്മളെപ്പോഴും അനൗൺസ് ചെയ്ത് കൂട്ടമായി പങ്കെടുക്കുക എന്നൊക്കെ ഒന്നും പറഞ്ഞു കാണും. ഈ ജനാധിപത്യത്തെ വിശ്വസിച്ചാൽ എല്ലാം ആയി എന്നുള്ള തെറ്റിദ്ധാരണ വേണ്ട. ജനാധിപത്യം നീതിപൂർവമായിരിക്കണം. യേശുക്രിസ്തു കുരിശിൽ തറക്കപ്പെടാൻ തീരുമാനിക്കപ്പെടുന്നതിന് മുമ്പ്, ബൈബിൾ കഥയാണ്, ഖുർആനിക കഥ അതല്ല, കുരിശിൽ തറക്കപ്പെടാതെ സ്വർഗാരോഹണം സാധിച്ചു എന്നുള്ളതാണ്. രണ്ടായാലും അദ്ദേഹം സ്വർഗത്തിലാണ്. ആ ജീസസ് ക്രൈസ്റ്റ്, ഈസാ നബി അലൈഹി സ്വലാമിനെ പിലാത്തോസ് എന്ന് പറയുന്ന ന്യായാധിപൻ്റെ മുമ്പിൽ കൊണ്ടുവന്നപ്പോൾ പിലാത്തോസ് അദ്ദേഹത്തെ വിചാരണ ചെയ്തു. ഒരു കുറ്റവും ഈ മനുഷ്യൻ ചെയ്തിട്ടില്ല എന്ന് ബോധ്യമായി ജഡ്ജിക്ക്. പക്ഷേ കോടതിക്ക് മുമ്പിൽ തടിച്ചുകൂടിയ ആളുകളോട് അദ്ദേഹം അഭിപ്രായം ചോദിച്ചു. അന്ന് ഇതിനേക്കാൾ വലിയ ജനാധിപത്യമാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ആരെങ്കിലും ജഡ്ജി നാട്ടുകാരോട് അഭിപ്രായം ചോദിക്കും? വിചാരണ ചെയ്ത് തെളിവ് കണ്ട് ശിക്ഷിക്കുകയോ രക്ഷിക്കുകയോ ചെയ്യല്ലാതെ. അപ്പോൾ പിലാത്തോസ് ചോദിച്ചു, ഇന്നത്തെ ദിവസം എനിക്ക് ഒരാളെ വിട്ടയക്കാനുള്ള അധികാരമുണ്ട്. ഇവിടെ നമ്മുടെ തടവറയിൽ കിടക്കുന്ന ബാറബാസ് എന്ന് പറയുന്നൊരു ഭീകരനായ കുറ്റവാളിയുണ്ട്. അയാളെ വിട്ടയക്കണോ അതോ യേശുവിനെ വിട്ടയക്കണോ എന്ന് ചോദിച്ചു. ആളുകൾ ആർത്ത് വിളിച്ചു, ബാറബാസിനെ വിട്ടയക്കുക, യേശുവിനെ കുരിശിൽ തറക്കുക. അതിപ്പോഴും ആ വിളി ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുകയാണ്. സത്യം കുരിശിലേറ്റപ്പെടുകയാണ്.
വിട്ടയക്കപ്പെടുന്നത് ബാറബാസാണ്. ആ വിളി അന്ന് കഴിഞ്ഞപ്പോൾ യേശുവിനെ കുരിശിൽ തറക്കാൻ വിട്ടുകൊടുത്തപ്പോൾ പിലാത്തോസ് പറഞ്ഞത്, ആകാശത്തേക്ക് നോക്കി സ്വർഗത്തിലെ പിതാവിനെ വാഴ്ത്തി, ഈ നീതിമാൻ്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് അദ്ദേഹം പറയേണ്ടി വന്നു. നിങ്ങളിൽ ചിലർ പറയുന്നത് 22-ാം തീയതിക്ക് മുമ്പ് യോഗം വേണമെന്നാണ്. എനിക്ക് വിളി വന്നിട്ട് എവിടെ ഇരിക്കാനൊരു സൗകര്യമില്ല. 22-ന് മുമ്പ് എല്ലാവർക്കും യോഗമാണ്. 22-ാം തീയതി എന്താ പെരുന്നാളെന്ന് ചോദിച്ചാൽ അല്ല, സുപ്രീം കോടതി വിധി പറയും. സുപ്രീം കോടതി എന്ത് പറയും? സുപ്രീം കോടതി ഒരു പക്ഷേ നീട്ടിവെക്കും, അല്ലെങ്കിൽ നിങ്ങൾക്കെതിരായി വിധി പറയും. ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. അല്ലാതെ സുപ്രീം കോടതിയൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ല. അതൊക്കെ കമ്മിറ്റഡ് ജുഡീഷ്യറിയാണ്. കോടതികളുടെയൊക്കെ ഇഷ്ടം ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഇഷ്ടമാണ്, രാഷ്ട്രീയക്കാരുടെ ഇഷ്ടമാണ്, മേലാളന്മാരുടെ ഇഷ്ടമാണ്. ബഹുമാനപ്പെട്ട ഇന്ത്യൻ സുപ്രീം കോടതി ഒരു വിധി പൗരത്വം ഈ നിയമം ഇപ്പോൾ നിർത്തിവെക്കണമെന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നരേന്ദ്രമോദി അങ്ങനെ അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ്. ഇതിന്ന് തലയുരാൻ വേണ്ടി. അല്ലെങ്കിൽ പറയില്ല. പറഞ്ഞാൽ അത് കോടതിയെ ബഹുമാനിക്കപ്പെടേണ്ട വിഷയത്തെക്കാൾ ഉപരിയായി അമിത്ഷാ പറഞ്ഞു ഞങ്ങൾക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങളൊരു പഴുതുണ്ടാക്കി തരണമെന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ ചെയ്തു എന്ന് വരും. കാശ്മീരിലെ ഇൻ്റർനെറ്റിൻ്റെ കാര്യത്തിലൊക്കെ NV രമണ എന്ന് പറയുന്ന ജഡ്ജും ജസ്റ്റിസും അതുപോലെ ഗവായിയും ഒക്കെ ഒരു നല്ല വിധി തന്നിട്ടുണ്ട്. എല്ലാ ജഡ്ജിമാരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. ജസ്റ്റിസ് ലോയ അമിത് ഷാ കോടതിയിൽ ഹാജരാകണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് അദ്ദേഹത്തിന് ജീവൻ നഷ്ടമായത്. അങ്ങനത്തെ ഒരു രാജ്യമാണ് ഇന്ത്യ. എന്ത് വിധിയും പറയും. ബാബരി മസ്ജിദിൻ്റെ ഡിമോളിഷൻ കേസ് വന്നപ്പോൾ എന്താ കോടതി പറഞ്ഞത്? അവിടെ അമ്പലമുണ്ടായിരുന്നു എന്നതിന് തെളിവില്ല, അവിടെ ആരാധനാ വിഗ്രഹങ്ങളുണ്ടായിരുന്നു എന്നതിന് തെളിവില്ല, പള്ളി പൊളിച്ചത് ഭയങ്കര തെറ്റായ കാര്യമാണ്, ഇതിൻ്റെ ഉടമസ്ഥാവകാശം ആർക്കും വ്യക്തമായി തെളിയിപ്പിക്കാൻ സാധിച്ചിട്ടില്ല, അതുകൊണ്ട് ഈ ഭൂമി ഞങ്ങൾ മറ്റവർക്ക് കൊടുക്കണം. എന്ത് തെളിവാണ്? അപ്പോൾ ആ മാതിരി കോടതിയാണ്. അതൊന്നും ഒരു കോടതിയിലും കേട്ടുകേൾവിയില്ലാത്ത വിധികളാണ്. അപ്പോൾ കോടതികൾ അവരുടെ പക്ഷത്താണ്. പട്ടാളം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത് ഒരു വ്യോമ സേനയും ഒരു നാവിക സേനയും ഒരു കരസേനയും അതിന് 3 മേധാവിമാരുമാണ് നമ്മൾ നിയമിച്ചത്. അങ്ങനെ നിയമിച്ചത് അവർ പരസ്പരം കൂടിയാലോചിച്ച് കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കാതിരിക്കാനും കൂടി വേണ്ടിയാണ്. 3-3 നിന്നാൽ അതിൻ്റെ ഗുണമുണ്ട്. വലിയ പട്ടാള വിപ്ലവമൊന്നും ഇവിടെ നടക്കില്ല. അതിന് പകരം ഇദ്ദേഹം വന്നതിന് ശേഷം ഇദ്ദേഹം ഇപ്പോൾ അതിൻ്റെ 3-നും കൂടി ഒരൊറ്റ സൈനിക തലവനെ വെച്ചു. ആ തലവൻ തന്നെയാണ്, പക്ഷേ അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റിന് ശേഷമുള്ള യോഗ്യത പറഞ്ഞാൽ അനുസരിക്കുന്നവനാണെന്ന് മാത്രമാണ്. അങ്ങനെ പട്ടാളം 3-നെയും നിയന്ത്രിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി വെച്ചു. NIA ആക്ട് ഭേദഗതി ചെയ്തു. ആരെയും ഒരാളെ ടെററിസ്റ്റായിട്ട് പ്രഖ്യാപിക്കാം. മുമ്പൊക്കെ സംഘടനകളെയാണ്. ഒരു സർവ്വമത സത്യവാദം അവതരിപ്പിച്ചതല്ല. ചില ആൾക്കാർ നമ്മളെ കൂട്ടത്തിലുണ്ട്, ഒന്നും കൂടിയൊക്കെ ഒന്ന് RSSകാരായിട്ടൊക്കെ ഒന്ന് പിടിച്ചു നോക്കിയാൽ തിരക്കില്ലാന്ന്. പോലും മറ്റൊരു ആളുണ്ടാക്കാൻ നടക്കണവരാ. വെറുതെ വിടരുത് അവരെല്ലാം കുളം കലക്കാൻ നടക്കേണ്ട ടീമാണ്. നമ്മളെ കൂട്ടത്തിൽ ആളില്ലാത്ത ചില കക്ഷികളുണ്ട്. 5-6 സംഘടനയിൽ ആളുണ്ടാവുള്ളൂ. അതൊന്ന് 6 ഒരു 60 ആക്കാൻ നല്ലതാണ്. ഇതൊന്നും ഇങ്ങനെ ഒന്ന് കത്തിച്ച് വിട്ടാൽ പിന്നെ രാജ്യമാകെ കുഴപ്പമാവും. അതുകൊണ്ട് വളരെ സമാധാനപരമായിട്ട് തന്നെ ഈ പൗരത്വ നിയമത്തിനെതിരെ, NRCക്കെതിരെ, NPRനെതിരെ, നരേന്ദ്രമോദിയുടെ തെറ്റായ നയങ്ങൾക്കെതിരെ നമ്മൾ സമാധാനപരമായി പൊരുതണം. ലഹള കുറച്ച് കഴിയുമ്പോൾ പാർട്ടി പറഞ്ഞാൽ കേൾക്കില്ല. ലീഗ് പറഞ്ഞാൽ ലീഗുകാരനുസരിക്കില്ല, മാർക്സിസ്റ്റ് പാർട്ടി പറഞ്ഞാൽ അവരെ പാർട്ടി അനുസരിക്കില്ല, കോൺഗ്രസ് പറഞ്ഞാൽ അവരെ പാർട്ടി അനുസരിക്കില്ല. ആളുകൾ സ്വന്തം കാര്യങ്ങൾ ഏറ്റെടുക്കും. ആളുകൾ സ്വന്തമായി അങ്ങാടിയിൽ ലഹളുണ്ടാക്കും, പരസ്പരം ഏറ്റുമുട്ടും, കലഹുണ്ടാവും, കത്തിക്കും, ആക്രമിക്കും, ആഫീസ് തകർക്കും, സ്വൈര ജീവിതം തകർക്കും. പട്ടാളും പോലീസും വന്ന് ആകെ നിരത്തി അടിക്കുകയും മർദ്ദിക്കുകയും വെടിവെക്കുകയും വീട് റെയ്ഡ് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ വിറങ്ങലിച്ച് നിൽക്കുന്ന സ്ഥിതി വരും. അതുണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് വി ആർ യുണൈറ്റഡ്, വി ആർ വൺ. നമ്മൾ മനുഷ്യരാണ്, മാനവരാശിയാണ്. അതുകൊണ്ട് നമ്മൾ എല്ലാ ജാതി മതസ്ഥരും ഒരുമിച്ച് ചേർന്ന് ഈ അനീതിക്കെതിരെ നടത്തുന്ന ഈ ശക്തമായ പോരാട്ടവുമായി ബന്ധപ്പെട്ട ഈ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. താങ്ക് യു ഓൾ.